കേരള തീരത്ത് ആശങ്കയുടെ ആധിയുടെ കടൽത്തീ ഇനിയും കെട്ടിട്ടില്ല. നേരിയൊരാശ്വാസം ഏറ്റവും ഒടുവിൽ തീയൊന്നു കുറഞ്ഞു എന്നത് മാത്രമാണ്. പക്ഷേ ഉയരുന്ന കടുംപുകയ്ക്ക് ശമനമില്ല. സംശയമില്ലാതെ പറയാം, അതൊരു വിഷക്കപ്പലാണ്. അങ്ങേയറ്റം ഹാനികരമായ വസ്തുക്കൾ പേറിയാണ് അന്തകയാനം കേരള തീരത്ത് ആശങ്കയാവുന്നത്. രാജ്യം കണ്ട ഏറ്റവും വലിയ കപ്പൽ ദുരന്തം MSC എൽസ 3 ആണ് എന്ന് ഒഫീഷ്യലി പറയുമ്പോഴും അതിനേക്കാൾ 10 മടങ്ങ് ഡേഞ്ചറസ് ഇമ്പാക്റ്റാണ് വാൻഹായ് ഉണ്ടാക്കുക എന്നതാണ് ആശങ്ക. ലിഥിയം ബാറ്ററികൾ, ബോൺസോഫെനോൺ, ഹെക്സാമെഥിലീൻ, ഡൈസോസൈനേറ്റ് അങ്ങനെ ജീവനാശ ഭീഷണി ഉണ്ടാക്കുന്ന, എങ്ങാനും ശ്വസിച്ചാൽ ശ്വാസകോശം തകർക്കാൻ പരുവത്തിലുള്ള മാരക രാസവസ്തുക്കൾ ടൺ കണക്കിന് നിറച്ചൊരു കപ്പലാണ്. ആശങ്ക വേണ്ടെന്ന് ആശ്വാസത്തിന് പറയുമ്പോഴും ഇതൊക്കെ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്കെങ്കിലും ഉണ്ടോ ധാരണ? 1000 രൂപയും കുറച്ചരിയും കൊടുത്താൽ തീരുന്നതാണോ തീരദേശത്തിന്റെ കൊടും പ്രതിസന്ധി? MSC എൽസ 3-ക്കെതിരെ കേസെടുക്കേണ്ട എന്നതാണ് സർക്കാർ തീരുമാനമെന്ന മാധ്യമ വാർത്തകൾ തെറ്റാണെങ്കിൽ സർക്കാർ അത് പറയാത്തത് എന്താണ്? കേസെടുക്കേണ്ടതില്ല എന്നാണ് തീരുമാനമെങ്കിൽ അതാരുടെ താൽപര്യ സംരക്ഷണമാണ്? ആവർത്തിക്കുന്ന കടൽ ദുരന്തങ്ങൾക്കൊപ്പം ചോദ്യങ്ങൾക്കും കനം വയ്ക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. മറൈൻ നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് VJ മാത്യു, തീരഭൂസംരക്ഷണ സമിതി നേതാവ് മാഗ്ലിൻ പീറ്റർ, നേവൽ ആർക്കിടെക്റ്റും ക്യുസാരിൽ അധ്യാപകനുമായ ശ്രീ അരവിന്ദ് KR, ഇപ്പോൾ തുർക്കി ഇസ്താംബുൾ തീരത്തുള്ള കപ്പലിൽ ജോലി ചെയ്യുന്ന ക്യാപ്റ്റൻ ജിസ്മോൻ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ചർച്ചയിലേക്ക് വരും മുൻപ് ഞാൻ വിഷ്ണു സുരേഷിലേക്ക് ഒന്നും പോകുന്നു. വിഷ്ണു, 29-30 മണിക്കൂറുകളാവുന്നു. ഇപ്പോഴാണ് നേരിയ തോതിലെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാക്കുന്ന ഈ തീ അല്പമെങ്കിലും ഒന്ന് നിയന്ത്രണ വിധേയമായി, അല്ലെങ്കിൽ തീ ഇപ്പോൾ തീനാളങ്ങൾ കാണാനില്ല എന്നൊരു ആശ്വാസ വാർത്ത ഇപ്പോൾ വരുന്നത്. നിലവിൽ ആ കപ്പലിന്റെ അവസ്ഥ എന്താണ്? അതിനെ സേവ് ചെയ്തെടുക്കാനുള്ള ശ്രമങ്ങൾ ഏതുവരെയാണ് വിഷ്ണു? ഹാഷ്മി, 33 മണിക്കൂർ പിന്നിടുകയാണ്. പക്ഷേ ഇപ്പോൾ ഒരു ആശ്വാസത്തിന്റെ വാർത്ത വന്നത് പുക മാത്രം ഉയരുന്നു, തീ ഏറെക്കുറെ ശമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാലും നിയന്ത്രണ വിധേയമായി എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് കോസ്റ്റ് ഗാർഡും നേവിയും ഇതുവരെ എത്തിയിട്ടില്ല. ഈ കപ്പൽ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ആരംഭിച്ച ഫയർ ഫൈറ്റിംഗ് മാത്രമാണ് ഇപ്പോഴും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ കപ്പലിനകത്തേക്ക് കയറി ഡയറക്റ്റ് ഫയർ ഫൈറ്റിങ്ങിനുള്ള ഒരു സാധ്യത ഇപ്പോഴും ഉടലെടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഈ കപ്പലിൽ നിന്ന് 50 മീറ്ററോ 60 മീറ്ററോ എല്ലാം മാറി നമ്മുടെ ICG ഷിപ്പുകളും INS ഷിപ്പുകളും ഡ്രോണിയറും ഒക്കെയാണ് ഈ ഫയർ ഫൈറ്റിംഗിന്റെ ഭാഗമായി പങ്കെടുക്കുന്നത്. പ്രധാനമായും സമുദ്രപ്രഹരിയും സച്ചത്തും സമ്മർദ്ദും, ഈ 3 കപ്പലുകളാണ് ഈ വാട്ടർ ഫൈറ്റിംഗിന്റെ ഭാഗമായി മുൻനിരയിലുള്ളത്. പക്ഷേ ഇവർക്ക് ഈ വാട്ടർ ഫൈറ്റ് ഫുൾ ഫ്ലഡ്ജായി ഇതുവരെ നടത്താൻ സാധിച്ചിട്ടില്ല. അത് അംഗമായി മാത്രമാണ് നടത്തുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു വശത്ത് തീ കെടുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ ICG ഉദ്യോഗസ്ഥർ കപ്പലിനകത്ത് കയറി ഡയറക്റ്റ് വാട്ടർ പമ്പ് ചെയ്ത് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ നിലവിൽ അതിനുള്ള ഒരു സാഹചര്യം ഉയർന്നു വന്നിട്ടില്ല. ഒപ്പം തന്നെ ആശങ്കപ്പെടുത്തുന്ന, നമുക്ക് സങ്കടം വിതക്കുന്ന ഒരു കാര്യം, ആ 4 പേർ എവിടെയെന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും നമുക്ക് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. 18 പേർക്കൊപ്പം ആ കപ്പലിൽ നിന്ന് ഒരുപക്ഷെ ചാടിയ ആളുകളായിരിക്കാം ഇവർ. എങ്കിൽ അവരെവിടെ എന്ന ചോദ്യത്തിന് നമ്മൾ ഇന്നലെ മുതൽ പരിശോധനകൾ നടത്തുന്നെങ്കിലും അവരെ കണ്ടെത്താനായിട്ടില്ല. 4 ജീവനുകളാണ്. ഇന്ത്യൻ നേവിയെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് ഗാർഡും അവർ പരമപ്രാധാന്യം നൽകുന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഈ കപ്പലിലെ ആളുകളെ രക്ഷിക്കുക, 4 പേരെ കണ്ടെത്തുക എന്നുള്ളത്. മറ്റൊന്ന്, ഈ തീ ശമിപ്പിച്ചുകൊണ്ട് ഈ കപ്പല് ഏതെങ്കിലും തരത്തിൽ മുങ്ങാതെ കാത്തു സൂക്ഷിക്കുക. അതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇതൊരു ഹസാഡസ് എലമെന്റുകളുള്ള കണ്ടെയ്നറുകളാണ്. അത് എൽസ 3 പോലെയല്ല. എൽസ 3-യിൽ നിന്ന് ആ നിമിഷം തന്നെ ഓയിൽ ലീക്കേജ് ഉണ്ടായെങ്കിൽ പോലും അത് 2 നോട്ടിക്കൽ മൈൽ മാത്രമാണ് എത്തിയത്. അതിനു മുമ്പ് അതിനെ പ്രതിരോധിക്കാൻ നമ്മളുടെ ICG വെസലുകൾക്കും INS-നും ഒക്കെ സാധിച്ചിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഏതെങ്കിലും തരത്തിൽ ഓയിൽ സ്പിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് തടയുക വളരെ ശ്രമകരമായിരിക്കും. ബൂം ചെയ്ത് അതിനെ പ്രതിരോധിക്കാനുള്ളതിനേക്കാൾ എമൗണ്ട് കൂടുതലാണ് ഈ കപ്പൽ എന്നാണ് നമുക്ക് ഈ നേവി ഉദ്യോഗസ്ഥരുമായും സംസാരിക്കുമ്പോൾ മനസ്സിലാകുക. ഒപ്പം തന്നെ ഒരു ബ്ലാസ്റ്റിനുള്ള സാധ്യത ഇപ്പോഴും വിദൂരമല്ലാതെ അവിടെ തുടരുന്നുണ്ട്. ആശങ്കയുടെ മണിക്കൂറുകളാണ്, അതിലൊരു തർക്കവുമില്ല. പക്ഷേ വളരെ ശക്തമായി തന്നെ സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് ICG ഉദ്യോഗസ്ഥരും നേവിയും ഒക്കെ പ്രവർത്തിക്കുന്നത്. ആ തീപ്പുക പലങ്ങൾക്കിടയിലൂടെയാണ് അവർ ഈ രക്ഷാപ്രവർത്തനങ്ങൾ കഴിഞ്ഞ 33 മണിക്കൂറായി തുടരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹാഷ്മി. കോസ്റ്റ് ഗാർഡ് ഏറ്റവും കൂടുതൽ പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോഴും നമുക്ക് കാണാം അതിൽ കറുത്ത പുക, വലിയ പുകച്ചൂരുള്ള ആകാശത്തേക്ക് ഉയരുന്ന ഇപ്പോഴും കാണാം. തീനാളങ്ങൾ ഇപ്പോൾ പുറത്ത് കാണാനില്ല. പക്ഷെ അപ്പോഴും അതിനകത്ത് ഡെക്കിലെങ്ങാനും തീയരിയുന്നുണ്ടോ എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. എന്തായാൽ കണ്ടാൽ ഭീതി ഉണ്ടാക്കുന്ന വലിയ നമ്മുടെ കേരള തീരത്ത് ഒരു കപ്പൽ ഇങ്ങനെ 10-33 മണിക്കൂറായി നിന്ന് പച്ചമരം കത്തും പോലെ നിന്ന് കത്തുന്നു. ഇടിവെട്ടേറ്റ മട്ടിൽ
ഈ ദൃശ്യങ്ങൾ ഉറപ്പായും തീരദേശത്തിന് മാത്രമല്ല കാണുന്നവർക്കൊക്കെ ഒരു ഭീതി ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണെന്ന് സംശയമില്ല. ആ ആശങ്കകളിലേക്കും അതിൻ്റെ സാങ്കേതിക സൈഡിലേക്കൊക്കെ കടക്കും മുൻപ് ആദ്യം പറയേണ്ടത് തീരത്തിൻ്റെ ആശങ്കാ വേലിയേറ്റം തന്നെയാണെന്ന് തോന്നുന്നു. ശ്രീമതി മാഗ്ലിൻ പീറ്റർ, അല്ലെങ്കിൽ തന്നെ ദുരിതകാലമാണ്, ട്രോളിംഗ് നിരോധനമാണ്, പോയാൽ തിരിച്ചെത്തുമെന്ന് ഉറപ്പില്ലാത്ത വല്ലാത്ത കാലാവസ്ഥയാണ്. ഞാൻ അങ്ങനെ പറയുന്നതിനോട് ക്ഷമിക്കണം. കാര്യം വിഴിഞ്ഞത്തടക്കം പല കപ്പലുകൾ മുങ്ങുന്ന കാഴ്ച നമ്മൾ നേരിട്ട് കാണുന്നുണ്ടല്ലോ. അതിൻ്റെ കൂടെ 2 ആഴ്ചയിൽ ആവർത്തിക്കുന്ന 2 കപ്പൽ ദുരന്തങ്ങൾ. സർക്കാർ കനിഞ്ഞു നൽകുന്ന എത്രയാണ്? 1000 രൂപയും 6 കിലോ അരിയും. അതിനേക്കാൾ നല്ലത് സഹായമൊന്നും നിങ്ങൾക്ക് പ്രഖ്യാപിക്കാതെ ഇരിക്കലായിരുന്നു. ശ്രീമതി മാഗ്ലിൻ, നിങ്ങളുടെ ജീവിതം ഇപ്പോൾ എങ്ങനെയാണ്? ഹാഷ്മി, നമുക്കറിയാം MSCയുടെ ദുരന്തം ഒരു അർത്ഥത്തിൽ പോലും വളരെ കുറച്ച് പോലും പരിഹരിക്കപ്പെടാത്ത ഒരു സാഹചര്യമാണ് ഇപ്പം കേരളത്തിൽ നിലനിൽക്കുന്നത്. ഒന്ന് നേരത്തെ ഹാഷ്മി പറഞ്ഞ പോലെ മൺസൂൺ സീസണാണ്. വളരെ ശക്തമായിട്ട് കാറ്റും അപ്രതീക്ഷിതമായിട്ടുള്ള തിരമാലയുടെ ശക്തി കൂടലും ഒക്കെ കാരണം നമുക്ക് കടലിൽ പോകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം, ചെറിയ ബോട്ടുകൾക്ക് പോലും പോകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. ഇതിനിടയിലാണ് നമുക്കറിയാം മെയ് മാസം 24-ാം തീയതി ചരിഞ്ഞ 25-ാം തീയതി പൂർണ്ണമായിട്ടും ചരിഞ്ഞിട്ടുള്ള നമ്മുടെ MSC എൽസാ-3 കപ്പൽ ഉണ്ടാക്കിയിട്ടുള്ള ദുരന്തം അതിഭീകരമാണ്. തീരത്ത് അടിയുന്ന വസ്തുക്കളിലേറെയും അതിലേറെയും കടലിലൂടെ ഒഴുകി നടക്കുന്ന ധാരാളം രാസവസ്തുക്കളുണ്ട്. അതിന് ഇത്രയും നാളായിട്ട് അതിന് ഒന്ന് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 4-5 ദിവസമായിട്ട് കടൽ കുറച്ചൊന്ന് ശാന്തമാണ്. കേരളത്തെ തെക്കൻ മേഖലയെ സംബന്ധിച്ച് പറഞ്ഞാൽ മഴ തീരെ ഇല്ലാത്തൊരു സമയം കൂടിയാണ്. വേണമെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് അത്തരം ഒഴുകി നടക്കുന്ന വസ്തുക്കളെ പിടിച്ചെടുത്തുകൊണ്ട് തീരത്തേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംവിധാനം ഉണ്ടാകേണ്ടതാണ്. പക്ഷെ നാളിതുവരെയായിട്ട് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം തീരദേശത്ത് ഉണ്ടായിട്ടില്ല. നമുക്കറിയാം ഇവിടെ ഉണ്ടായിട്ടുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് പോലും ശേഖരിക്കുന്ന വേസ്റ്റ് അവിടെ തന്നെ കുഴിച്ചു മൂടുന്ന സ്ഥിതിവിശേഷം പോലും ഉണ്ട്. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിന് പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മുൻകൈ എടുക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. വേറൊന്ന്, ഈ എൽസാ-3യുടെ അപകട സമയത്ത് പോലും അതിനെ തുടർന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല, ഫിഷറീസ് വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് നമുക്ക് മത്സ്യം ഭക്ഷിക്കാം, യാതൊരുവിധ പ്രയാസവും ഇല്ല എന്നുള്ളതിനെ സംബന്ധിച്ച്, അപകടം ഇല്ല എന്നതിനെ സംബന്ധിച്ച്. പക്ഷേ ഇന്നലെയും ഒക്കെ ശനിയാഴ്ചയും ഒക്കെ മാർക്കറ്റിൽ പോയ സ്ത്രീകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ പലയിടത്തും വഴിയോരത്ത് നിൽക്കുന്ന സ്ത്രീകളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇനി മത്സ്യവുമായിട്ട് ഇവിടെ വരരുത്, ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ ഭയമുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച്. അതുപോലെ ഹോട്ടലുകളിൽ മത്സ്യം കൊടുക്കുന്ന സ്ത്രീകളുണ്ട്, ഹോസ്റ്റലുകളിൽ മത്സ്യം കൊടുക്കുന്ന സ്ത്രീകളുണ്ട്. അവരോടൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇനി മത്സ്യവുമായി ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട, ഞങ്ങൾക്ക് ഉറപ്പ് ഇതിന് അപകടമില്ല എന്ന് ബോധ്യമാകുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങളെ വിളിച്ച് പറയാം, നിങ്ങൾ അപ്പോഴത്തേക്ക് മത്സ്യം കൊണ്ടുവന്നാൽ മതി. ഞാനിത് പറഞ്ഞു വരുന്ന കാരണം എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ സമയം കൂടിയാണ്. അതീവ ദാരിദ്ര്യകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് തീരപ്രദേശം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് വീണ്ടും വലിയൊരു ഇടുത്തി എന്നുള്ള രീതിയിൽ ഈ ഇന്നലെ ഉണ്ടായ നമ്മുടെ അഴീക്കൽ നേരെ ഉണ്ടായിട്ടുള്ള കപ്പലപകടത്തെ സംബന്ധിച്ച് അത് എൽസാ-3 ഉണ്ടാക്കിയതിനേക്കാളും 10 മടങ്ങ് ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. കാരണം ഇവിടെ 13 കണ്ടെയ്നർ ആണെങ്കിൽ അവിടെ നമുക്കറിയാം അപകടകരമായിട്ടുള്ള 157 കണ്ടെയ്നറുകളിലുള്ള രാസപദാർത്ഥങ്ങൾ കത്തുകയും അല്ലെങ്കിൽ ജലത്തിലൂടെയും വായുവിലൂടെയും പടർന്നുണ്ടായ രൂക്ഷമായ പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്. ഇപ്പം തന്നെ മത്സ്യം കടലിലേക്ക് പോകാൻ പോലും മത്സ്യത്തൊഴിലാളികൾ ഭയക്കുന്നുണ്ട്. വേറൊന്നെന്ന് പറഞ്ഞാൽ തീരത്ത് വല്ലാത്തൊരു ആശങ്കയുണ്ട്. ആശങ്ക എന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട് വായുവിൽ പോലും വന്നാൽ അത് ശ്വസിച്ചാൽ ശ്വാസകോശത്തിന് പെട്ടെന്ന് അത് ബാധിക്കുകയും മരണം പോലും മണിക്കൂറുകൾക്കുള്ളിൽ സാധ്യമാകാൻ കാരണമാകുന്ന വിഷാംശം അടങ്ങിയ രാസവസ്തുക്കൾ ഈ കപ്പലിനകത്തുണ്ടെന്ന് പറയുന്നുണ്ട്. എന്ത് സുരക്ഷയാണ് തീരദേശവാസികൾക്ക് സർക്കാർ നൽകുന്നത്? ഒന്ന്, ദാരിദ്ര്യകരമായ സാഹചര്യമുണ്ട്. മറ്റൊന്ന്, ഈ അപകടം ഉണ്ടാവാൻ കാറ്റ് ശക്തമാണ്. കാറ്റെന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് കരയിലേക്ക് വരുന്ന കാറ്റാണ്. അത് എത്രത്തോളം പെട്ടെന്ന് നമ്മുടെ തീരത്തേക്ക് വരുമെന്നുള്ളത് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയാത്ത അത്രയും കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അപ്പം അത്തരത്തിലൊരു ഇൻഫർമേഷനും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ലഭ്യമാകുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇനി വറുതിയുടെ കാലഘട്ടത്തിന് കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയും പറയുന്നത് അറിയോ, ഈ 1000 രൂപയും 6 കിലോ അരിയും ആർക്ക് എന്ത് ചെയ്യാനാണ്? ഈ പറഞ്ഞ സ്കൂൾ തുറക്കുന്ന സമയത്ത്, കോളേജ് തുറക്കുന്ന സമയത്ത്, പലവിധ ആവശ്യങ്ങൾ വീട്ടിലുള്ള സമയത്ത് ഈ 1000 രൂപ എന്ത് ചെയ്യാനാണെന്നേ? ഒരു മിനിമം 10,000 രൂപ പ്രഖ്യാപിക്കുക എന്നുള്ളതല്ല, അവരെ കളിയാക്കാതിരിക്കുക എന്നതെങ്കിലും അർത്ഥം. ഞാൻ അങ്ങനെയൊക്കെ എത്താം മാഗ്ലിൻ. ശരവൺ KR, ഇപ്പോൾ 33 മണിക്കൂറിന് ശേഷമാണ് തീ കുറയുന്നു എന്നൊരു നേരിയ പ്രതീക്ഷ പോലും വരുന്നത്.
അപ്പോഴും ആ കറുത്ത പുകയ്ക്ക് കുറവില്ലെന്ന് ആ ദൃശ്യങ്ങൾ തെളിയിക്കുന്നു. മാത്രമല്ല അകത്തെടുക്കൽ ഇപ്പോഴും തീ ഉണ്ടോ എന്ന് ഉറപ്പുമില്ല. ആ കപ്പൽ മുങ്ങുക എന്ന് പറയുന്നത് ടൺ കണക്കിന് കൊടുംവിഷം കടലിനടിയിലേക്ക് ഒരു ബോംബ് കണക്കെ പോകുന്നു എന്നുകൂടിയാണ് അർത്ഥം. ഈ കപ്പലിന്റെ ഭാവി എന്താകുമെന്നാണ് സർ കരുതേണ്ടത്? ശ്രീ അരവിന്ദ് അങ്ങോട്ടാണ് ചോദ്യം. എനിക്ക് വ്യക്തമായില്ല. ഞാൻ ചോദിച്ചത് ഈ കപ്പൽ ഇപ്പോഴും നിന്ന് കത്തുകയാണ്. അതിലെ തീനാളങ്ങൾ പുറത്തു കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതാണ് ഈ 33 മണിക്കൂർ നീണ്ട നമ്മുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ഏറ്റവും ഒടുവിൽ പറയുന്നത്. അപ്പോഴും ഈ തീ നിയന്ത്രണ വിധേയമാണ് എന്നൊരു പോസിറ്റീവ് വാർത്ത ഇവിടെ ഒന്നും വരുന്നുമില്ല. ഞാൻ ചോദിച്ചത്, ഈ കപ്പൽ ഇങ്ങനെ ഒന്ന് പുകയുകയാണെങ്കിൽ എന്താകും ആ കപ്പലിന്റെ സ്റ്റെബിലിറ്റി, അതിന്റെ ഭാവി? ഓക്കെ, സോ ബേസിക്കലി ഇപ്പം ന്യൂസിൽ നിന്ന് നമുക്ക് വാർത്തകളിൽ നിന്ന് കാണാൻ പറ്റുന്നത് വെസൽ ഒരു സൈഡിലോട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഒരു വശം. പിന്നെ അടുത്തൊരു ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ടെമ്പറേച്ചർ, എത്രയാണ് ടെമ്പറേച്ചർ റിലീസ് ചെയ്യുന്നത്. കാരണം ഈ കത്തുന്ന എന്താണോ കാർഗോ അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഫ്ലെയിമിൻ്റെ ടെമ്പറേച്ചർ വരുന്നത്. വിച്ച് ഈസ് ആക്ച്വലി ഹയർ സൈഡിലോട്ടാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഷിപ്സ് ഉണ്ടാക്കുന്ന മൈൽ സ്റ്റീൽ എന്ന് പറഞ്ഞൊരു ഗ്രേഡ് ഓഫ് സ്റ്റീലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ത്രഷോൾഡ് ലിമിറ്റുണ്ട്. പരമാവധി എത്ര ടെമ്പറേച്ചർ വരെയാണ് ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത് എന്ന ഒരു അവസ്ഥ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ടെമ്പറേച്ചർ റൈസ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഇത് ഈ ഫയർ മൂലം ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള 1-2 കമ്പാർട്ട്മെൻറ്റ്സ് അഡ്ജസൻ്റ് ആയിട്ടുള്ള കടലിലോട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന കമ്പാർട്ട്മെൻറ്റ്സോ അല്ലെങ്കിൽ ടാങ്കുകളോ ഫ്ലഡ് ആവുകയോ ചെയ്താൽ ഈ ഷിപ്പ് ഒരു സൈഡിലേക്ക് ചെരിയുകയും അത് ലിസ്റ്റ് എന്ന് പറയും. അങ്ങനെ സംഭവിച്ചാൽ ഇതിൻ്റെ സ്റ്റെബിലിറ്റി കോംപ്രമൈസ് ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് ഈ മെറ്റീരിയലിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി. ഈ സ്റ്റീലിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ ടെമ്പറേച്ചർ വളരെ ഹയർ ലെവലിലേക്ക് റൈസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ മണിക്കൂറുകളായി കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക്കലി മെറ്റലിൻ്റെ ഒരു വിത്ത്സ്റ്റാൻഡിങ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ സ്ട്രക്ചറൽ ഡാമേജ് സംഭവിച്ചാലും സ്ട്രക്ചറലി ഈ സ്ട്രക്ചർ കോംപ്രമൈസ് ആവുകയും അതുവഴിയും ഷിപ്പ് ലോസ് ആവാനുള്ള സാധ്യതയുണ്ട്. സ്റ്റെബിലിറ്റിയുടെ ആസ്പെക്റ്റിലുണ്ട്, സ്ട്രക്ചറൽ ആസ്പെക്റ്റിലുണ്ട്. അപ്പോൾ ഈവൻ ദോ കംപ്ലീറ്റ്ലി ഷിപ്പ് മൊത്തത്തിൽ കൊളാപ്സ് ആയില്ലെങ്കിലും 1-2 കമ്പാർട്ട്മെൻറ്റ്സ് ഫ്ലഡ് ആയാലും ഈ പറഞ്ഞ സ്റ്റെബിലിറ്റിയുടെ ആസ്പെക്റ്റ് കോംപ്രമൈസ് ആവുകയും അതുവഴി ലോസ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഈ 2 ആസ്പെക്റ്റിലാണ്, ഒന്ന് സ്റ്റെബിലിറ്റിയുടെ ആസ്പെക്റ്റ്, മറ്റത് സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റിയുടെ ആസ്പെക്റ്റ്. ഈ 2 ആസ്പെക്റ്റിലാണ് ഷിപ്പ് ടോട്ടൽ ലോസിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉള്ളത്, ഒരു നേവൽ ആർച്ചർ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ. ഈ കാര്യമാണ് പറയാനുള്ളത്. ശരി സാർ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഞാൻ ശ്രീ ജോസ്മോനിലേക്ക് എത്താം. ജോസ്മോൻ, ഇപ്പോൾ ഇസ്താംബൂളിലുള്ള ഒരു കപ്പലിനകത്താണുള്ളത്. അദ്ദേഹം ചില ഈ പറഞ്ഞ പ്രതികൂല കാലാവസ്ഥ നമ്മൾ സഹകരിക്കുകയാണ്. ഞാൻ എത്താമേ ജോസ്മോൻ. അടുത്തൊരു വിജയ മാത്യു, MSc ഇപ്പോൾ ശ്രീമതി മാഗ്ലൻ പീറ്റർ പറഞ്ഞത് കേട്ടു. തീരദേശത്തിന് നേർക്കാഴ്ചയാണ്. അങ്ങേയറ്റം വേദനാജനകമായ, അങ്ങേയറ്റം കൊടിയ ദാരിദ്ര്യപൂർണ്ണമായ അവസ്ഥയിലേക്ക് പോവുകയാണ് ആ തീരദേശ മനുഷ്യർ. സർക്കാർ അത് വേണ്ട വിധം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം 1000 രൂപയുടെ അടിയന്തര ധനസഹായ പ്രഖ്യാപനം കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുക. സർക്കാർ കേൾക്കട്ടെ, പോട്ടെ, നമ്മുടെ വിഷയം അതല്ല, അങ്ങയുടെ വിഷയം അതല്ല. വിജയ മാത്യു, MSc എൽസ 3 രാജ്യം കണ്ട ഏറ്റവും വലിയ കപ്പലപകടമാണ് എന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തൽ. അതിനെ അതർഹിക്കുന്ന ഗൗരവത്തിൽ സത്യത്തിൽ നമ്മൾ കണ്ടോ? അങ്ങനെ കണ്ടെങ്കിൽ ഈ പറയുന്ന കപ്പൽ കമ്പനി വിഴിഞ്ഞത്തിന് എത്ര വലിയ സുഹൃത്താണെങ്കിലും കേസെടുക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് പോവൽ നമുക്ക് സാധ്യമാണോ? നമുക്ക് അഫോർഡബിൾ ആണോ ശ്രീ വിജയ മാത്യു? അത് വിഴിഞ്ഞം അഡാനി തുറമുഖമല്ല, MSc അല്ല, ഏത് ഉന്നത വ്യക്തിയാണെങ്കിലും നിയമം എല്ലാവർക്കും ഒരുപോലാണ്. ഒരു മെർസിഡീസ് കാർ ഇടിച്ചാലും ഒരു ഓട്ടോറിക്ഷ ഇടിച്ചാലും റാഷൻ നെഗ്ലിജന്റ് നാവിഗേഷനും അതുമായി ബന്ധപ്പെട്ട അപകടമെല്ലാം സെയിം നിയമ സംഹിതയിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ ആദ്യത്തെ ബഹുമാനപ്പെട്ട വിഴിഞ്ഞത്തു നിന്നുള്ള മഹതി പറഞ്ഞ പോലെ വിഷവസ്തുക്കൾ MSc എൽസയിലുള്ളതിനേക്കാൾ 10 മടങ്ങ് മറ്റേ ഇന്ന് മുങ്ങിയ വാൻഹായിലുണ്ടെന്ന് പറയും. വാൻഹായ് 503 വാൻഹായ് 503യുടെ ഹസാഡസ് കാർഗോയുടെ ലിസ്റ്റ് അത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് തന്നെ അത് പുറത്തുവിട്ടു എന്നാണ് പറയുന്നത്. അത് വാസ്തവമായിരിക്കാം. വാസ്തവമാണെങ്കിൽ അത് കടലിൽ പതിച്ചാൽ ഭീകരമാണ്. പക്ഷേ ഹൈക്കോടതി പറഞ്ഞിട്ടും MSc എൽസയുടെ കുറിച്ച്, അതിൻ്റെ കാർഗോ മാനിഫെസ്റ്റിനെ കുറിച്ച്, കാർഗോയുടെ നിജസ്ഥിതിയെക്കുറിച്ച്, എത്ര ടൈപ്പ് കാർഗോ ഉണ്ട് എന്ന്
ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ ഏതോ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തേക്കുന്നത് ചീഫ് സെക്രട്ടറി അപ്ലോഡ് ചെയ്തെന്ന് പറയുന്ന കാർഗോ ഡീറ്റെയിൽസ് അത് 640 കണ്ടെയ്നറിൻ്റെ ഇല്ല. നമ്പർ 1 അത് കസ്റ്റംസ് അംഗീകരിച്ച കാർഗോ മാനിഫെസ്റ്റ് അല്ല. അത് ശരിയാണെങ്കിൽ ചീഫ് സെക്രട്ടറി ഉത്തരം പറയേണ്ടി വരും. അതിനകത്ത് 4 കണ്ടെയ്നർ ക്യാഷ് എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ ആർക്കുള്ള ക്യാഷാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അത് ക്യാഷാണോ കാഷ്യൂ ആണോ എന്നുള്ള തർക്കം. അപ്പം അത് തന്നെ ഒരു എക്സൽ ഷീറ്റിൽ അടിച്ച ഒരു പേപ്പറാണെന്ന് മനസ്സിലാവും. ഇത് മറ്റേ MSC എൽസയുടെ കാർഗോ ലിസ്റ്റ് ഇതുപോലെ തന്നെ DG ഷിപ്പിംഗ് പുറത്തുവിട്ടെങ്കിൽ എന്താണ് ഈ കപ്പലിലുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കേസെടുക്കൽ വേറെ അവിടെ നിൽക്കട്ടെ, സർക്കാർ തീരുമാനിക്കട്ടെ, നിയമവിരുദ്ധമാണെങ്കിലും അല്ലെങ്കിലും. ഈ കാർഗോ ലിസ്റ്റ് വിടാൻ എന്താ മടി? ഒരു കപ്പൽ തൈവാനീസ് കപ്പലിൻ്റെ കാർഗോ ഉടനെ വിടുകയും 12 മണിക്കൂറിനകം പുറത്തു വന്നു. ആ കാർഗോ ലിസ്റ്റ് വിഴിഞ്ഞം പോർട്ടിലെ ഒരു പോർട്ട് ഓഫീസർ അത് വായിക്കുന്നതും കേട്ടു, DG ഷിപ്പിംഗ് വിട്ടതാണെന്ന് പറഞ്ഞിട്ട്. അല്ല ശ്രീ വിജയമാധു, ഇവിടെ ഈ പറഞ്ഞ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി നമ്മുടെ വലിയ സുഹൃത്ത് ആണെന്നാണല്ലോ ഇപ്പോൾ മനോരമ പത്രം പുറത്തുവിട്ട മിനിറ്റ്സ് പ്രകാരം. അത് കള്ളമാണെങ്കിൽ സർക്കാർ കള്ളമാണെന്ന് പറയണം, അങ്ങനെ ഇല്ല എന്ന് പറയണം. അങ്ങനെ പറയാത്തിടത്തോളം കാലം അങ്ങനെ ഉണ്ട് എന്നാണല്ലോ മനസ്സിലാക്കണം. അപ്പോൾ വിഴിഞ്ഞം നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്താണ്. MSCയുടെ കപ്പലുകൾ ഐറീന ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്താണ്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ വിഴിഞ്ഞവുമായിട്ടുള്ള ആ സ്നേഹ സൗഹൃദം വേണ്ട എന്ന് അങ്ങനെ ഇല്ലാതായി പോകണ്ട എന്ന് വിചാരിച്ചിട്ടാകുമോ ഈ പറയുന്ന കാർഗോ മാനിഫെസ്റ്റ് ഡീറ്റെയിൽ പുറത്തുവിടുന്നില്ല? അപകടത്തിന്റെ കാരണം എന്താ എന്ന് കണ്ടെത്താൻ ഏതെങ്കിലും നീക്കം നമുക്കില്ല? കപ്പൽ കമ്പനിയോട് പൊതു സമീപനവും ശ്രീ വിജയ മാത്യു. ഒന്നാമത് ഒരു തുറമുഖം നിലനിൽക്കുന്നത് ഒരു ഷിപ്പിംഗ് കമ്പനിയെ ആശ്രയിച്ചല്ല. ഉദാഹരണത്തിന് കൊച്ചിയിലെ മേജർ പോർട്ട് തന്നെ വല്ലാർപാടത്ത് വന്ന് നോക്കിയാൽ അവിടെ നിരവധി ഷിപ്പിംഗ് കമ്പനികൾ വരുന്നുണ്ട്. MSC വരുന്നുണ്ട്, മേഴ്സ്ക് വരുന്നുണ്ട്, ധാരാളം വാൻഹൈ വരുന്നുണ്ട്, CMA വരുന്നുണ്ട്. ഇതൊക്കെ ലോകത്തിലെ എവർഗ്രീൻ വരുന്നുണ്ട്. ഇതെല്ലാം ലോകത്തിലെ പ്രമുഖ ഷിപ്പിംഗ് ലൈനുകളാണ്. അങ്ങനെയാണ് ഒരു തുറമുഖം. ഇവിടെ MSC മാത്രം വന്ന് കണ്ടെയ്നർ ഇറക്കുമ്പോൾ അതിനൊരു കാരണമില്ലേ? അത് ഷിപ്പിംഗ് സർക്കിൾ പറയുന്നത്, ഞാൻ പല മീഡിയയിലും പറഞ്ഞാണ്, ഇതൊരു MSC ഷിപ്പിങ്ങിൻ്റെ ഒരു empty കണ്ടെയ്നർ ഡംപിങ് യാർഡാണിത്. നത്തിങ് ബട്ട് ഡംപിങ് യാർഡ്. ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു മീഡിയയിൽ ഞാൻ പറഞ്ഞു, ഇന്നലെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ വന്നു 3000 കണ്ടെയ്നറുകൾ ഇറക്കി. ആ കണ്ടെയ്നറിൻ്റെ കാർഗോ മാനിഫെസ്റ്റ് ഒന്ന് പുറത്ത് വിടും. എത്ര കണ്ടെയ്നർ കാർഗോ ഉള്ളതാണ്, എത്ര MT ഉണ്ടെന്ന് പറ. ഇതെനിക്ക് ഔദ്യോഗികമായിട്ട് തന്നെ ഷിപ്പിംഗ് സർക്കിളിൽ നിന്ന് കിട്ടിയ വിവരമാണ്. വല്ലാർപാടത്ത് ഇറക്കി വെച്ചിരിക്കുന്ന 85% സ്പേസ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന MSCയുടെ കണ്ടെയ്നറുകളിൽ ഒരു 10-15% പോലും കാർഗോ ഇല്ല. അതാണ് അവർ തമ്മിലുള്ള ഒരു ധാരണ. അത് നമ്മൾ നോക്കണ്ട. 2 സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള ധാരണ നമ്മളോ സർക്കാരോ നോക്കേണ്ട കാര്യമില്ല. വി നീഡ് നോട്ട് പാട്രണൈസ് ദം. ചീഫ് സെക്രട്ടറിയുടെ മിനിറ്റ്സിൽ പറയുന്ന പോലെ പാട്രണൈസ് ചെയ്യുന്നത് കേസെടുക്കാതല്ല. ഇപ്പം കുറച്ച് മത്സ്യത്തൊഴിലാളികൾ എന്നെ സമീപിച്ചു. അവർ നീണ്ടകര പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ കംപ്ലൈൻറ്റ് വാങ്ങുന്നില്ല. അവരുടെ ഫിഷിംഗ് ബോട്ടും ഓൺ ബോർഡ് വലകളും അതിൻ്റെ ബോർഡും നെറ്റും എല്ലാം പോയതാണ്. ഇതിനപ്പുറത്ത് പോകുമ്പോൾ അവർ പറയും കോസ്റ്റൽ പോലീസിന് GD എൻട്രി വേണം. കോസ്റ്റൽ പോലീസ് പറയുമ്പോൾ നിങ്ങൾ അപ്പുറത്ത് പോയിട്ട് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടുകയെന്നാ പറയുന്നത് കൊല്ലത്തു നിന്നുള്ള ബോട്ട് ഓണേഴ്സ് പറയുന്നത്. ശ്രീ വിജയ മാത്യു, സ്വാഭാവികമായിട്ടും അവർ കോടതിയിൽ പോവും. അടുത്ത ദിവസങ്ങളിൽ തന്നെ പോവും. ഒരു കോടതിയും പറയില്ല കേസ് എടുക്കണ്ടെന്ന് പറയില്ല. FIR ഇടണ്ടേ, ശിക്ഷിക്കലല്ലോ. FIR ഇട്ട് അന്വേഷിച്ചാലേ അവരുടെ നഷ്ടവും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പറ്റുള്ളൂ. ഈ കണ്ടെയ്നർ ഇപ്പോൾ കൊല്ലത്ത് ഇപ്പം ഞാൻ മനസ്സിലാക്കിയത്, ഈ നിരപ്പോ ഒരു സ്ഥലമുണ്ട്, ഈ ഫിഷിംഗ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സ്ഥലം. അവിടെ അതിൻ്റെ അടിയിലെ കണ്ടെയ്നറുകൾ MT കണ്ടെയ്നറുകളും പൊട്ടിയ കണ്ടെയ്നറുകളും ഇപ്പോഴും കിടപ്പുണ്ടെന്നാണ് പറയുന്നവർ. അതാണ് അവരുടെ പല കണ്ടെയ്നറും വലകൾക്കും ഡാമേജ് ഉണ്ടാക്കുന്നത്. ഇതൊന്നും അന്വേഷിക്കാൻ ഒരു ഏജൻസി ഇല്ലയെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അങ്ങനെയൊക്കെ എത്താം ശ്രീ വിജയ മാത്യു. കേന്ദ്രമായാലും സംസ്ഥാനമായാലും ഒരു ഏജൻസി ഇല്ല. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, നമ്മുടെ ഈ പറഞ്ഞ എൽസ 3 നമ്മൾ വേണ്ടത്ര ഗൗരവത്തിൽ കാര്യങ്ങളെ അതിനുശേഷം കണ്ടോ എന്ന് ചോദ്യം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ജോസ്മോൻ, താങ്കൾ ദൈനംദിനം ഈ ജോലികൾ ചെയ്യുന്ന ആരാണ്? പ്രേക്ഷകരുടെ അറിവിലേക്കായി ജോസ്മോന് എന്താണ് കുറേയധികം ഫോളോവേഴ്സൊക്കെ ഉള്ള യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ചാനലും ഒക്കെ ഉള്ള ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കോട്ടയത്തുകാരനാണ്. അപ്പോൾ ഒരു 3-4 ദിവസം മുമ്പ് തിരികെ കപ്പലിലേക്ക് പോയിട്ടേ ഉള്ളൂ. ഇപ്പോൾ കപ്പലിനുള്ളിലാണുള്ളത്. ഈ എൽസാത്ത് ഇപ്പോൾ താങ്കളുടെ വീഡിയോകൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ താങ്കൾ ഇപ്പോൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഈ കണ്ടെയ്നറുകൾ അടുക്കുന്നത് ഏതെങ്കിലും തരത്തിൽ രൂഹത്തിനടുക്കുന്നതല്ല. ഇത് കൃത്യമായി
ലോജിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ ഒക്കെ വെച്ചുകൊണ്ട് കൃത്യമായി അതിൻ്റെ ബല്ലാസ്റ്റ് എങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായി ശാസ്ത്രീയമായി തന്നെയാണ് ഏത് വേഴ്സ്റ്റ് കേസ് സിനാരിയോയിലും ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ കണ്ടെയ്നറിൽ മറിഞ്ഞു പോകാത്ത രീതിയിലുള്ള ശാസ്ത്രീയമായി തന്നെയാണ് ഈ കണ്ടെയ്നർ അടുക്കുക എന്ന് താങ്കൾ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാകും ശ്രീ ജിസ്മോൻ ഇത്തരത്തിൽ എൽസാത്രി മറിഞ്ഞ് ഇത്രയും കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുന്നതും ഇപ്പോൾ ഈ പറയുന്ന വാങ്ഹായിയുടെ എത്ര കണ്ടെയ്നറുകൾ ഇപ്പോൾ കടലിൽ അകത്ത് വീണു എന്ന് നമുക്കറിയില്ല. ഓക്കെ, ഇത് കണ്ടെയ്നേഴ്സ് ഡേഞ്ചറസ് ഗുഡ്സ് ഒക്കെ പുറത്തുനിന്ന് തന്നെ സ്റ്റഫ് ചെയ്തിട്ട് എന്തൊക്കെയാണോ നിയമാനുസൃതമായിട്ട് സ്റ്റഫ് ചെയ്തിട്ടാണ് ഈ സാധനം കണ്ടെയ്നർ സീൽ ചെയ്ത് കപ്പലിലേക്ക് വരുന്നത്. ഇപ്പൊ നമ്മുടെ കപ്പൽ ജീവനക്കാര് ആണ് ഇത് ഏത് പൊസിഷനിലാണ് വെക്കേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അപ്പം ചില ക്ലാസ്സുകൾ തമ്മിൽ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ വെക്കാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കാറില്ല. അപ്പം അതെല്ലാം നോക്കിയും കണ്ടും നമ്മൾക്ക് ലോഡിക്കേറ്റർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിൽ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഇട്ട് നമുക്ക് DG യുടെ കാര്യങ്ങൾ, ഡേഞ്ചറസ് ഗുഡ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടൊക്കെയാണ് നമ്മൾ സ്റ്റഫ് ചെയ്ത് ലോഡ് ചെയ്യാറുള്ളത്. എന്നിരുന്നാൽ പോലും ഇപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ ഡേഞ്ചറസ് ഗുഡ്സ് ആയിട്ടുള്ള കണ്ടെയ്നറിന്റെ അടുത്ത് ഈ മെയിൻ്റെനൻസ് ആയിട്ട് ഹോട്ട് വർക്ക്, വെൽഡിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഇപ്പൊ ആ കപ്പലില് ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ഇപ്പൊ അവിടെ എന്തെങ്കിലും അവര് ഈ ഹോട്ട് വർക്ക്, വെൽഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല. അതൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ പലതരം ക്ലാസ്സുകൾ ചിലയിടത്ത് അടുപ്പിച്ചടുപ്പിച്ച് വെക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ലോഡിങ്ങിന്റെ സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി അടുപ്പിച്ചടുപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ജോസ്മോൻ, ഇവിടെ അറിയാൻ കഴിയുന്നത് ബെൻസോഫെനോൺ, ട്രൈക്ലോറോബെൻസീൻ, ലിഥിയം ബാറ്ററികൾ, എഥനോൾ, പെയിന്റ്, ഈഥൈൽ മീഥൈൽ കീറ്റോൺ 20 കണ്ടെയ്നറുകളിൽ ഏകദേശം 1.83 ലക്ഷം കിലോഗ്രാം ബൈപ്പറിഡിലിയം കീടനാശിനി, 27,786 കിലോഗ്രാം ഈഥൈൽ ക്ലോറോഫോർമേറ്റ്, ഡൈമീഥൈൽ സൾഫേറ്റ്, ഹെക്സാമെഥിലിൻ ഡൈസോസയനേറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ജീവനാശ ഭീഷണി ഉണ്ടാക്കുന്ന കൊടിയ വിഷമാണ് ഈ പറഞ്ഞ കപ്പൽ നിറച്ച് ഇപ്പോൾ നിന്ന് കത്തുന്നത്. എത്രത്തോളം ഏതളവിൽ നമ്മൾ ആശങ്കപ്പെടണം ശ്രീ ജോസ്മോൻ? ആശങ്കപ്പെടേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും സാധാരണ പറയുന്ന അത്രയും നമുക്ക് പേടിക്കേണ്ട ആവശ്യം ഇല്ലെന്നാണ് ഞാൻ പറയുള്ളൂ. കുറെയൊക്കെ കത്തിപ്പോയി, ബാക്കി കുറച്ച് കടലിൽ വീഴുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ആൾക്കാർ പറയുമായിരുന്നു മീൻ ഇനി കുറെ നാളത്തേക്ക് മീനുകളൊന്നും കഴിക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പൊ അതിന് മാത്രം ആശങ്കപ്പെടേണ്ട കാര്യം ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ലോക്കലായിട്ട് കുറെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാലും നമ്മളിപ്പോൾ കൊടിയ വിഷമടിച്ച് കഴിക്കുന്ന പച്ചക്കറികളും മായം ചേർത്ത് കഴിക്കുന്ന മറ്റ് പല ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും ബുദ്ധിമുട്ടുകൾ മീനുകളിൽ വരാൻ പോകുന്നില്ല. ജോസ്മോൻ, ഇവിടെ നമ്മൾ എൽസാത്രിയിലും അതിനകത്തുണ്ടായിരുന്ന 3 ജീവനക്കാരൊഴികെ ബാക്കി എല്ലാവരും ആദ്യം രക്ഷപ്പെടുത്തി. ഈ 3 പേർ ഈ കപ്പലിനെ ഏതെങ്കിലും തരത്തിൽ ഇത് മുങ്ങിപ്പോകാതെ ഇതിനെ നേരെയാക്കി നിർത്താൻ കഴിയുമോ എന്ന ശ്രമത്തിലായിരുന്നു. അവർ ആ ശ്രമത്തിൽ പരാജയപ്പെട്ടപ്പോൾ അവരെയും രക്ഷപ്പെടുത്തി. ഇതിലും എക്സാക്ട്ലി 22 പേരിൽ 18 പേരെ രക്ഷപ്പെടുത്തി, ബാക്കി 3 പേരെ കാണാനില്ല. ഒരു നാവികൻ എന്നുള്ള നിലയ്ക്ക്, ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് ആ 3 പേരെ പറ്റി താങ്കളുടെ ഒരു ധാരണ എന്താണ് ശ്രീ ജോസ്മോൻ? അതിലെ 2 സാധ്യതകളാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഒന്നാമത്തെ സാധ്യത, ആ 3 പേര് അല്ലെങ്കിൽ 4 പേര് ആ ഒരു മധ്യഭാഗത്ത് എന്തെങ്കിലും വെൽഡിങ്ങോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുവാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ വെൽഡിങ് എന്തെങ്കിലും ചെയ്ത സമയത്താണോ പൊട്ടിത്തെറിച്ച് അതോടുകൂടി അവർ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ സാധ്യത എന്ന് പറഞ്ഞാൽ ഈ ഒരു തീപിടുത്തം നടന്നപ്പോൾ അതിനെ അണയ്ക്കാനായിട്ട് ഫയർ ഹോസ് ഒക്കെ ആയിട്ട് അവിടെ ചെന്ന് ആ സമയത്ത് എന്തെങ്കിലും കൂടുതൽ പൊട്ടിത്തെറികൾ സംഭവിച്ച് അവർക്ക് എന്തെങ്കിലും അപായം സംഭവിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാരണം അവരെ പറ്റി ഒരു അഡ്രസ്സും ഒന്നും തന്നെ കിട്ടുന്നില്ല, അവരെ പറ്റി ഒരു ഡീറ്റെയിൽസും കിട്ടുന്നില്ല. ജോസ്മോൻ ഇപ്പോൾ കടലിലാണ്, ഇപ്പോൾ കപ്പലിലാണ്, തീരത്ത് ഉള്ളത് കാരണമാണ് നമുക്ക് അദ്ദേഹത്തോട് ഫോണിൽ നമുക്ക് ലൈവിൽ സംസാരിക്കാനും പറ്റും. ചർച്ചയിലേക്ക് പോകും മുൻപ് നേവി PRO കമഡോർ അതുൽ പിള്ള നമുക്ക് ചെയ്യും. ശ്രീ അതുൽ പിള്ള, നമ്മുടെ ഏറ്റവും ഒടുവിലെ ശ്രമം ഏതോ ഒരർത്ഥത്തിൽ ചെറിയ തോതിലാണെങ്കിൽ കൂടിയും വിജയം കണ്ടു തുടങ്ങി എന്ന് പറയാനായോ? അശ്മി, അത് ഇന്നിവിടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. രാത്രിയിൽ കോസ്റ്റ് ഗാർഡ് ഷിപ്പ് 3 അവർ ഇന്ന് രാത്രിയിലും കണ്ടിന്യൂസ്ലി ഓപ്പറേഷൻസ് ചെയ്യും. ഫയറിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതുപോലെ പുക കൂടിയിട്ടുണ്ട്, സ്മോക്ക് കൂടിയിട്ടുണ്ട്. ഷിപ്പ് ആസ് ഓഫ് നോ ലാസ്റ്റ് റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഒരു 10 to 15 degrees ടിൽറ്റഡ് ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ്. പോർട്ട് എന്ന് പറയും, പോർട്ട് സൈഡിലോട്ട് ടിൽറ്റഡ്. പക്ഷെ ആ ടിൽറ്റ് പൊസിഷനിൽ സ്റ്റേബിൾ ആ ഷിപ്പ്. ഓക്കെ ശ്രീ അതുൽ പിള്ള, എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പോൾ എൽസാത്രിയെയും
ഇതുമായിട്ട് ഒരു കമ്പാരിസണില്ലെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിനെയും ഈ പറയുന്ന ഓപ്പറേഷൻ ലെവലിൽ ആലോചിച്ചാൽ ഒരു കമ്പാരിസൺ ഇല്ല. അതിനേക്കാൾ ഒരു വലിയ വെല്ലുവിളി നമ്മൾ നേരിടുകയാണ് അത് യഥാർത്ഥത്തിൽ സെതുൽപിള്ള. രണ്ട് ആ ഷിപ്പ് നമ്മൾ ആദ്യം ഇന്ന ആ ഷിപ്പിന്റെ അടുത്തിട്ട് മീൻസ് ഒരു ഇഷ്യൂ നടന്നപ്പോൾ അത് ഓൾറെഡി ടിൽറ്റഡ് ആയിരുന്നു 15 ഡിഗ്രീസ്. അപ്പം അത് ഒന്നുകൂടെ ട്വിൽറ്റ് ആവുകയും പിന്നെ അത് നമുക്ക് ലോസ് ആവുന്നത്. ഇവിടെ ഷിപ്പ് ഇന്നലെ ആ ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞിട്ട് ഫോർ ഗുഡ് അബൌട്ട് 24 hours ഷിപ്പ് സ്റ്റേബിൾ ആയിരുന്നു. ഇന്ന് രാവിലെ ആവുന്നു 10 ഡിഗ്രീസ് ടിൽറ്റ് ആയത്. പിന്നെ ആ ഷിപ്പില് സ്റ്റാർട്ടിങ്ങിൽ അറ്റ്ലീസ്റ്റ് അവിടെ മൂന്ന് പേര് 3 ഓഫീസേഴ്സ് ആ സ്റ്റാഫ് അതിൽ ഉണ്ടായിട്ട് അവർക്ക് കുറെ മോട്ടോഴ്സോ അതൊക്കെ അവർ അറ്റംപ്റ്റ് ചെയ്തു. പക്ഷെ ഇവിടെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ആരും ഇല്ല ഷിപ്പ് അബാൻഡൻ സ്റ്റേറ്റില്. പിന്നെ കത്തിക്കൊണ്ടിരിക്കുക. സോ ഒരു റിസ്കി മാനുവർ ഓപ്പറേഷൻ ചെയ്തിട്ട് ഷിപ്പ് അറ്റ്ലീസ്റ്റ് കോസ്റ്റ് ഗാർഡ് ഷിപ്പ് 50 meters വരെ എത്തിയിട്ട് അവർക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു ഹീറ്റിനെ അല്ലെങ്കിൽ ഫയറിനെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിലിപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് നമ്മുടെ ഈ പറയുന്ന ഫയർ ഫൈറ്റിംഗ് നടത്തുന്ന കപ്പലുകൾ കുറച്ച് ദൂരം മാറുന്നതുകൊണ്ടാണ് ഈ പറയുന്ന വെള്ളം അങ്ങോട്ടേക്ക് ചീറ്റുന്നത്. സ്വാഭാവികമായും വെള്ളം അങ്ങോട്ടേക്ക് എത്തുമ്പോൾ പ്രഷർ അത്ര മതിയോ എന്നൊരു തോന്നലുണ്ട്. നമുക്ക് അടുത്തേക്ക് പോകാൻ കഴിയില്ല. അടുത്തേക്ക് പോകാൻ കഴിയാത്തതിന് കാരണം വലിയ തോതിൽ പുകയുയരുന്നു. മാത്രമല്ല എപ്പോഴും ഒരു എക്സ്പ്ലോഷൻ ബ്ലാസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മുടെ അസറ്റിനെയും നമ്മുടെ ആൾക്കാരുടെ ജീവനും നമ്മൾ പരമാവധി നോക്കിയിട്ട് മാത്രമേ അടുത്തേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ബഹുമുഖമായ വെല്ലുവിളികൾ നമ്മളവിടെ നേരിടുന്നുണ്ട് യഥാർത്ഥത്തിൽ സേതുൽപിള്ള അല്ലേ? അതെ, ബിക്കോസ് അവർ അഡ്വേഴ്സ് കണ്ടീഷനാണ്. ഇത് മാത്രമല്ല ഹാഷ്മി ഒരു കാര്യം മറന്നുപോയ കണ്ടെയ്നേഴ്സും വെള്ളത്തിൽ കിടപ്പുണ്ട്. ഈ കണ്ടെയ്നേഴ്സ് എവിടെ കിടക്കും? ഫ്രീ പാർട്ടിക്കിളായിട്ട് വെള്ളത്തിൽ പോയി ഫ്ലോട്ട് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ കണ്ടെയ്നേഴ്സ് ഈ പോകുന്ന ഷിപ്പിന്റെ പ്രൊപ്പല്ലറിൽ തട്ടിയ അവർക്കും അതൊരു ഡേഞ്ചറാണ്. പക്ഷെ എന്നാലും ഈ നേവിയുടെ ആയാലും കോസ്റ്റ് ഗാർഡിലെ ഓഫീസേഴ്സ് ക്രൂവും ഇങ്ങനെയുള്ള അഡ്വേഴ്സ് കണ്ടീഷൻസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ട്രെയിൻഡ്. സോ അവരൊരു കാൽക്കുലേറ്റീവ് റിസ്ക് എടുത്തിട്ട് അവർ ഈ കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യും. അതാ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർ, നമ്മുടെ എൽസ 3യിൽ നമ്മുടെ പ്രയോറിറ്റി ആദ്യം ഇതിലെ ജീവനക്കാരെ ജീവനോടെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. രണ്ടാമത് അവിടെ ഉണ്ടാവാനിടയുള്ള പൊല്യൂഷൻ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു സെക്കൻഡ് പ്രയോറിറ്റി. ഏതാണ്ട് അതേ പ്രയോറിറ്റികൾ തന്നെയാണ് ഇവിടെയും ഉള്ളത്. ജീവനക്കാർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ടോ? ഈ പറയുന്ന എണ്ണപ്പടർച്ച അടക്കം ഉണ്ടാവുകയാണെങ്കിൽ സമുദ്രപ്രഹര അടക്കം ഉപയോഗിച്ചുകൊണ്ട് അതിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ പ്രയോറിറ്റി അത് തന്നെയാണോ ഇപ്പോഴും സേതുൽപിള്ള? അത് തന്നെ, സേഫ്റ്റി ടു മാൻ പവർ, സേഫ്റ്റി ടു പ്രോപ്പർട്ടി, സേഫ്റ്റി ടു എൻവയറൺമെന്റ്. ഈ 3 ഒബ്ജക്റ്റീവ്സ് തന്നെ ഇപ്പോഴും നമ്മുടെ ഫ്രണ്ടിലുള്ള ഒബ്ജക്റ്റീവ്സ്. പക്ഷേ അതിൽപ്പുള്ള നമ്മൾ എൽസ 3യിൽ നമുക്ക് കശുവണ്ടി മുതൽ തേങ്ങ, ഈ പറയുന്ന കോട്ടൺ എന്ന സാധനങ്ങൾ കിട്ടിയെങ്കിൽ നമ്മൾ അറിഞ്ഞിടത്തോളം ഈ കപ്പലുള്ളത് അങ്ങനെയുള്ള സാധനങ്ങളല്ല. കുറച്ചുകൂടി ഗുരുതരമായ മാരക സ്വഭാവത്തിലുള്ള രാസവസ്തുക്കൾ തന്നെയാണുള്ളത്. കപ്പൽ മുങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രാസവസ്തുക്കളടക്കം കടലിനടിയിലേക്ക് പോവുകയും അത് പിന്നെ നമുക്ക് എപ്പോൾ മുക്കിയെടുക്കാൻ കഴിയും എന്ന അറിയാത്ത അവസ്ഥ എന്ന് തന്നെയാണല്ലോ അർത്ഥം. അപ്പോൾ ഈ കപ്പൽ മുങ്ങിപ്പോകാതിരിക്കാനുള്ള ശ്രമവും നമ്മളെ കൊണ്ട് കഴിയാവുന്ന പോലെ നമ്മൾ നോക്കുന്നുണ്ടോ സേതുൽപിള്ള? 100%. അതുകൊണ്ട് തന്നെ എനിക്ക് ലാസ്റ്റ് റിപ്പോർട്ട് കിട്ടിയ നൈറ്റ് ഓപ്പറേഷൻസ് ഞാൻ അറിഞ്ഞത്. നൈറ്റ് ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുക എന്നോട് കോസ്റ്റ് ഗാർഡ് ഹെഡ്ക്വാർട്ടേഴ്സ് പറഞ്ഞത്. അതിലൊരു ബ്രേക്ക് ഇല്ല, കണ്ടിന്യൂസ് ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കും ഫുൾ നൈറ്റ്. ഓക്കെ, താങ്ക് യു സർ. താങ്കൾ തിരക്കിലായിരുന്നു, താങ്കൾ മീറ്റിംഗിലാണ്. അതിനിടയിൽ നമ്മളോട് അല്പസമയം സംസാരിച്ചതിന് താങ്ക് യു സർ. ശ്രീമതി മാഗ്ലൻ പീറ്റർ, ഞാൻ നേരത്തെ ജോസ്മോൻ പറഞ്ഞു നിർത്തിയതിന് തുടങ്ങാം. ഇപ്പോൾ ജോസ്മോൻ പറയുകയായിരുന്നു നമ്മൾ വലിയ അളവിൽ വിഷമടിച്ച പച്ചക്കറി കഴിക്കുന്നില്ലേ, അത്രത്തോളം ബുദ്ധിമുട്ടൊന്നും എന്തായാലും ഈ മീൻ കഴിക്കുന്നതിനുണ്ടാവുന്നില്ല. എന്തായാലും ഞാൻ ഈ ദിവസങ്ങളിൽ മത്സ്യം വാങ്ങുന്നുണ്ട്, മത്സ്യം കഴിക്കുന്നുമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ആശങ്കയുണ്ട്, നമ്മുടെ ചുറ്റും നിൽക്കുന്നവർക്ക് ആരെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന സന്ദേശം നൽകുക എന്നതുകൂടി ഒരു അണ്ടർലൈൻ ഉദ്ദേശമുണ്ട്. പക്ഷേ ശ്രീമതി മാഗ്ലൻ പീറ്റർ, നമ്മൾ കേൾക്കുന്നത് എൽസ 3യിൽ നിന്ന് പുറത്തേക്ക് വന്ന വലിയ ലോഡ് പ്ലാസ്റ്റിക് ഗ്രാനുൾസിനെ പറ്റിയാണ്. ഈ പറഞ്ഞ കാൽസ്യം കാർബൈഡ് എന്ന് പറഞ്ഞ അസറ്റിന് പുറത്തേക്ക് ബഹിർമിക്കാൻ കഴിവുള്ള ഈ പറഞ്ഞ രാസവസ്തു അടങ്ങുന്ന കണ്ടെയ്നർ ഇപ്പോഴും എവിടെയാണെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അതിനേക്കാൾ ഗുരുതരമായ രാസവസ്തുക്കളെക്കുറിച്ചാണ്. ഇത് കടലിൽ കലർന്നിട്ടുണ്ടോ? ഈ മത്സ്യം കഴിക്കുന്നത് സുരക്ഷിതമാണോ എന്ന് ആരെങ്കിലും ആശങ്കപ്പെട്ടാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇനി സർക്കാർ ഒന്ന് പറയുകയാണ് മീൻ കഴിച്ചോ, അല്ലെങ്കിൽ മത്സ്യഫെസ്റ്റ് നടത്തി പറയുകയാണ് മീൻ കഴിച്ചോ എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കണമെന്നുണ്ടോ? ഒരു ശാസ്ത്രീയ പരിശോധന ഉണ്ടാവണം. ഈ മീൻ കഴിച്ചോണ്ട് ഒരു കുഴപ്പമില്ല എന്ന് സർക്കാർ വൃത്തങ്ങൾ ഒഫീഷ്യലി പറയണ്ടേ ശ്രീമതി മാഗ്ലൻ പീറ്റർ? അത് ഉണ്ടാവണ്ടേ? തീർച്ചയായിട്ടും ഹാഷ്മി. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയാം 2 ദിവസമായിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് അങ്ങനെ ശാസ്ത്രീയമായിട്ട് തെളിയിച്ചുകൊണ്ട്
ഇത് മത്സ്യം ഭക്ഷിക്കാം എന്ന രീതിയിൽ സർക്കാരിന് പൊതുജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലല്ല ഇപ്പോഴുള്ളതെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്കറിയാം ആ കണ്ടെയ്നറിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്. വളരെ മാരകമായ വിഷാംശം അടങ്ങിയ വസ്തുക്കളായതുകൊണ്ട് തന്നെ സർക്കാരിന് അതിനെ സംബന്ധിച്ച് ഉറപ്പ് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു വസ്തുത കൂടി ഇവിടെയുണ്ട്. നമുക്കും അറിയാമല്ലോ, ഇത്രയും ഭയങ്കര ഒന്ന് കടലിനകത്ത് ഇനി ജീവി ഉണ്ടാവും, ജീവനുള്ള മത്സ്യം ഉണ്ടാകുമോ എന്നുള്ളത് തന്നെ വലിയൊരു സംശയമുണ്ട്. ആ പരിസരത്ത് ഇത് സ്പ്രെഡ് ചെയ്യപ്പെട്ടിട്ടുള്ള പരിസരത്ത് വേറൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ കടലിൻ്റെ ആവാസ വ്യവസ്ഥയെ വളരെ ശക്തമായിട്ട് ഇത് ബാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ നമ്മുടെ അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ കൊല്ലം പരപ്പെന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ മത്സ്യ പ്രജനനത്തിന് ഏറ്റവും പേര് കേട്ടിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് കൊല്ലം പരപ്പെന്ന് പറഞ്ഞാൽ. ആ പരപ്പെന്ന് പറഞ്ഞാൽ പാരുകളുടെ ഒരു കൂട്ടമാണ്. ആ പാരുകളുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ മത്സ്യത്തിൻ്റെ കടലിൻ്റെ ആവാസ വ്യവസ്ഥയെ കൃത്യമായി നിയന്ത്രിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതിനെയാണ് ഈ പറഞ്ഞ കണ്ടെയ്നറുകൾ വന്ന് ഇടിച്ച് തകർത്ത് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കടലിനകത്തുള്ള ഒരു കാടിന് സമാനമായ ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. അപ്പം അതങ്ങനെ നശിച്ചു പോയിട്ടുണ്ട്. ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്ന അങ്ങനെയൊന്നുമല്ല, ഇതെല്ലാം ഉരുകിത്തീരും, കത്തിത്തീരും കടലിനകത്ത്. അപ്പം അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തല്ല ഹാഷ്മി ഇനി വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഇനി മത്സ്യസമ്പത്ത് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അവിടെ വരുമ്പോഴത്തേക്കും ഉണ്ടാക്കണം ഈ അപകടം ഉണ്ടാക്കാൻ പോകുന്ന ഭാവിയിലെ കോൺഫ്ലിക്റ്റുകൾ ഭയങ്കരമായിട്ടുണ്ടാവും. അതിന് കുറഞ്ഞ മത്സ്യത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ആളുകൾ അവിടെ മത്സ്യബന്ധനത്തിന് പോവുകയും അതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ ഒരുപാടാണ്. മത്സരം കൂടാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. മത്സ്യത്തിൻ്റെ വില കൂടാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ തന്നെ ഇപ്പം മത്സ്യം ഭക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എന്തുമാത്രം ഉറപ്പ് ശാസ്ത്രീയമായിട്ട് നമുക്ക് കൊടുക്കാൻ എത്ര കാലം വേണ്ടി വരുമെന്നുള്ളത് വലിയൊരു സംശയത്തിന് നിൽക്കുന്നുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ജീവിക്കാനുള്ള എന്ത് മാർഗമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിർദ്ദേശിക്കാനുള്ളത്? തൊഴിലിന് പോവുകയാണെങ്കിൽ, മത്സ്യം കുറവ് ലഭിക്കുകയാണെങ്കിൽ അവരുടെ ഉപജീവനത്തിന്, അവരുടെ കുടുംബത്തിനെ സംരക്ഷിക്കാൻ എന്ത് പദ്ധതിയാണ് സർക്കാരിനുള്ളത് എന്നുള്ളത് സർക്കാർ വ്യക്തമായി പറയണം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അല്ലേ, എൽസ 3 നിന്നുണ്ടായിട്ടുള്ള അപകടത്തിൻ്റെ കാഠിന്യം പോലെ അല്ല ഇപ്പോൾ അടങ്ങിയ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മാരകമായിട്ടുള്ള വിഷാംശം അടങ്ങിയ കണ്ടെയ്നറുകൾ ഇവിടെ തകർന്ന് തരിപ്പണമായിക്കൊണ്ട് ഇപ്പം നേരത്തെ തന്നെ പറയുന്നുണ്ട്, നേവിക്ക് പോലും സംശയമുണ്ട്, അവരുടെ യാനങ്ങൾക്ക് പോലും ഇത് കേട് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മളിപ്പം സംസാരിക്കുന്നത്. ഇത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഇപ്പം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കടലിൽ പോയാൽ പലരുടെയും വലകൾ കീറുന്നുണ്ട്, വള്ളം നഷ്ടമാകുന്നുണ്ട്, എഞ്ചിൻ കേടുപറ്റുന്നുണ്ട്. ആരാ ഇതിന് നഷ്ടപരിഹാരം കൊടുക്കുക? അതിന് എന്താണ് സംവിധാനമുള്ളത്? ഇതൊക്കെ സഹിക്കാൻ മത്സ്യത്തൊഴിലാളികൾ വിധിക്കപ്പെട്ടവരാണോ? അതാണോ ഈ പറയുന്ന പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു സർക്കാർ കേരളത്തിൽ ഉള്ളപ്പോൾ ഞങ്ങളെയും ഏറ്റവും ദരിദ്രരെ, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മനുഷ്യരായി ഞങ്ങളെയും ആദിവാസികളെയും കാണുന്ന ഒരു സമീപനത്തിൻ്റെ പ്രശ്നമാണോ എന്നുള്ളത് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹാഷ്മി, അതാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത്. ഞങ്ങളെ പരിഹസിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത്. 1000 രൂപയും 6 കിലോ അരിയും. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് ഈ 1000 രൂപ കൊണ്ട് എത്ര ദിവസം കുടുംബം മുന്നോട്ട് പോകാൻ പറ്റും? ഭക്ഷണത്തിന് മാത്രം മുഖ്യമന്ത്രിയും കുടുംബം ചെലവഴിക്കുന്ന രൂപയുടെ അളവെന്ന് പറയട്ടെ, അല്ലെങ്കിൽ ഇവിടെ കേരളത്തിലെ മന്ത്രിമാർ ഒരു ദിവസം ചെലവഴിക്കുന്ന പൈസയുടെ അളവ് പറയട്ടെ. അതുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് അല്ലെങ്കിൽ വേണ്ട, കേരളത്തിനൊരു മിനിമം വേതന നിയമം ഇവിടെയുണ്ട്. അതനുസരിച്ചുകൊണ്ടുള്ള പാരിതോഷികമെങ്കിലും ഈ കുടുംബത്തിന് എത്തിക്കാനുള്ള ഒരു സംവിധാനം. ഒരു മാസം ഈ പറഞ്ഞ 1000 രൂപ എന്ന് പറയുന്നത് ഒരു മത്സ്യത്തൊഴിലാളി ഒരു ദിവസത്തെ ജോലിക്കുള്ള കൂലിക്ക് അടുത്തോലും വരുന്നുണ്ടോ? ഒരൊറ്റ ദിവസത്തെ അവൻ ചെയ്യുന്ന അധ്വാനത്തിന് അടുത്തോലും വരുന്നുണ്ടോ 1000 രൂപ 6 കിലോ അരി? അതും ഇല്ല ഹാഷ്മി. അതിലുപരി നമുക്കറിയാലോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു മേഖലയാണ് തീരദേശം എന്ന് പറഞ്ഞാൽ. മറ്റുള്ളിടത്ത് 3 മുതൽ 5 വരെയാണ് ഒരു കുടുംബത്തിലെ അംഗസംഖ്യയെങ്കിൽ ഞങ്ങൾക്ക് 5 മുതൽ 7 വരെയാണ്. അവരുടെ ഒരു ദിവസത്തെ ഇപ്പം വിലവർധനവുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. എന്ത് ഭക്ഷണമാണ് അവിടെ ഭക്ഷിക്കാൻ പറ്റുക? ഇപ്പം സ്കൂള് തുറന്ന സമയം കൂടിയാണ്. കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള കോളേജുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ സാധാരണ സ്കൂൾ തുറക്കുമ്പോൾ വാങ്ങുന്ന ബാഗ്, ചോറ്റുപാത്രം, ബുക്ക്, പുസ്തകം, യൂണിഫോം 1000 രൂപയ്ക്ക് എന്ത് ചെയ്യാനാ? നീ ഒരു വീട്ടിൽ 1000 രൂപയ്ക്ക് എന്ത് ചെയ്യാൻ?
അത് മാത്രമല്ല ഹാഷ്മി, ഇപ്പം ഇവർ പറയുന്നുണ്ടല്ലോ, ഇത് ഈ പറയുന്ന ഇപ്പം അപകടത്തിലായിട്ടുള്ള ഷിപ്പിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള അപകടകരമായിട്ടുള്ള കണ്ടെയ്നറുകൾ തീരെ തടിയാനുള്ള സാധ്യത, അത് ഇന്ന് സംഭവിക്കുമോ നാളെ സംഭവിക്കുമോ എന്ന് മാത്രമേ അവർക്ക് ഉറപ്പ് പറയാൻ കഴിയാതെ ഉള്ളൂ. വേറൊന്ന് ഹാഷ്മി ആലോചിച്ചോളാം, ഇത് ഇവർ പറയുന്നത് കോഴിക്കോട് മുതൽ കൊച്ചി വരെ തീരങ്ങളിൽ ഇത് അടിച്ചു കയറാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. കൊച്ചിയുടെ തീരത്തിൻ്റെ പ്രത്യേകത എന്താ പറയുക, വൈപ്പിൽ 3 അപകടകരമായിട്ടുള്ള കമ്പനികൾ അവിടെ വരുന്നുണ്ട്. BPCL, IOCL, പിന്നെ LNG. ഈ 3ൻ്റെയും ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് ഏതെങ്കിലും ഒരു കണ്ടെയ്നർ അടുത്ത് വന്നു കഴിഞ്ഞാൽ വലിയ കേരളത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത, ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത അത്രയും ഭീകരമായിട്ടുള്ള അപകട സാധ്യതയുണ്ട്. ഇതിനെ എങ്ങനെയാണ് ഹാഷ്മി നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? നമുക്കിവിടെ ഒരു കണ്ടെയ്നർ തുറമുഖമുള്ള സമയത്ത് അപകട സാധ്യതയും നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ആ അപകടത്തിനെ ലഘൂകരിക്കാനുള്ള സംവിധാനങ്ങളും കൂടി ഉണ്ടായിട്ട് വേണ്ടേ ഇത്തരം വലിയ പോർട്ടുകൾക്ക് അനുമതി കൊടുക്കേണ്ടത്? അതിന് എന്ത് സംവിധാനമാണ് കേരളത്തിൽ സർക്കാർ നടത്തിയിട്ടുള്ളത്? ഇവിടെ എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളെ വംശഹത്യ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇതിനകത്തുള്ളത്. അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു തരത്തിൽ പറഞ്ഞ ചില മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. താങ്കൾ പറയുന്നത് താങ്കളുടെ നിങ്ങളുടെ ആ മേഖലയുടെ അതിജീവന പ്രശ്നത്തിന്റെ വൈകാരികതയിൽ നിന്നാണ് ഈ വംശഹത്യ പോലുള്ള ഞാൻ പറയുന്നത്, ആ വൈകാരികത ഉണ്ടാകുന്നതാണ്. അതിനെങ്ങനെയാണ് കാണേണ്ടതും. ഞാൻ എത്താം ശ്രീമതി മാഗ്ലിൻ. ശ്രീ അരവിന്ദ് കെയർ, ഇവിടെ നമ്മൾ പഴയ കേരളമല്ല. ഇപ്പം നമുക്ക് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിന് താരതമ്യം കൊളംബോ തുറമുഖ ഒക്കെ താരതമ്യമുള്ള വലിയ മദർഷിപ്പുകൾ അടുക്കുന്ന, ഇവിടെ നിന്ന് മുംബൈയിലേക്ക് പോലും ഫീഡർ ബോട്ടുകൾ പോകുന്ന വലിയൊരു വിഴിഞ്ഞം തുറമുഖം നമുക്കുണ്ട്. അതിൻ്റെ വെൽബീയിങ് കൂടെ നമുക്ക് നോക്കണം. നോക്കൂ, ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് പോലെയൊന്നും ഈ കപ്പൽ അപകടങ്ങൾ സാധാരണമല്ല. അടുപ്പിച്ചുണ്ടാകുന്ന കപ്പലപകടങ്ങൾ സാധാരണമേ അല്ല. 2 ആഴ്ചയിൽ 2 കപ്പൽ അപകടം, അത് നമ്മുടെ തീരദേശത്ത് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും മോശമാണ്. എല്ലാ അർത്ഥത്തിലും എല്ലാവരുടെ വെൽബീയിങ്ങിനും എല്ലാവരുടെ നല്ല പേരിനും മോശമാണ്. കൃത്യമായ പരിശോധന വേണ്ടേ, കൃത്യമായ അന്വേഷണം വേണ്ടേ? പഴുതടച്ചുള്ള ഈ 2 അപകടങ്ങളിലും എന്താണ് യഥാർത്ഥ കാരണം എന്നറിവാകേണ്ടതല്ലേ ശ്രീ അരവിന്ദ് കെയർ? അതെ, തീർച്ചയായിട്ടും അതീവ പ്രാധാന്യമുള്ള ഒരു തുറമുഖം തന്നെയാണ് വിഴിഞ്ഞം. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ മറ്റൊരു തുറമുഖത്തിനും ഇല്ലാത്ത തരത്തിലുള്ള നാച്ചുറൽ ഡെപ്ത്, അല്ലെങ്കിൽ വലിയ ഡ്രാഫ്റ്റുകളുള്ള ഷിപ്പുകൾക്ക് 20 മീറ്ററിന് മുകളിൽ ഡെപ്തുള്ള ഒരു നാച്ചുറൽ പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയണം. അപ്പോൾ അതിന് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കൊളംബോ ഈക്വലൻ്റ് ആയിട്ട് ഡെപ്തുള്ളത് കൊളംബോയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് വെച്ച് പറയുമ്പോൾ വളരെ പ്രാധാന്യമുള്ളൊരു പോർട്ടാണ്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണിത് യാഥാർത്ഥ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ് ആയിട്ടുള്ള ഷിപ്പിങ്ങിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് വർക്ക് ചെയ്യുന്നതിനകത്തൊരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് സേഫ്റ്റി റെക്കോർഡ്സാണ്. അപ്പോൾ ക്യാപ്റ്റൻ ജോമൻ കുറച്ചുകൂടി ഇത് ബെറ്റർ ആയിട്ട് മേ ബി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സേഫ്റ്റി റെക്കോർഡ്സ് എന്നുള്ളതാണ് ഒരു കമ്പനിയുടെ റെപ്യൂട്ടേഷനെയും അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെയും മാർക്ക് ചെയ്യുന്ന, അതിൻ്റെ ഒരു പ്രാധാന്യത്തെ മാർക്ക് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഗൗരവപൂർവ്വം കാണേണ്ടത് തന്നെയാണ്. പക്ഷേ ഇതൊരു ഏറ്റവും മോഡേൺ ആയിട്ടുള്ളൊരു ഫെസിലിറ്റിയും ഒരു സിസ്റ്റവും ആയതുകൊണ്ട് തന്നെ മാത്രവുമല്ല, നമ്മൾ ഈ IMOയുടെ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട കൺവെൻഷൻ എല്ലാം അഡാപ്റ്റ് ചെയ്തൊരു നേഷനാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു മാരിടൈം നേഷനാണ്. അപ്പോൾ നമ്മൾ IMOയുടെ എല്ലാ മേജർ കൺവെൻഷൻസും നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസിസിൽ വളരെ കൃത്യമായ പരിശോധനകൾ തന്നെയാണ് എല്ലാ പോർട്ടുകളിലും ഇന്ത്യയിൽ നടക്കുന്നത്. ഇപ്പോൾ സൊളാസ് ആയാലും സേഫ്റ്റി ഓഫ് ലൈഫ് അറ്റ് സീ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കൺവെൻഷൻ ആയാലും, മാർപോൾ എന്ന് പറയുന്ന മെറൈൻ പൊല്യൂഷൻ എന്ന് പറയുന്ന കൺവെൻഷൻ ആയാലും, അത് മുഴുവൻ നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ആദ്യത്തെ കേസിൽ നോക്കുമ്പം MSC എൽസയുടെ കേസിൽ നോക്കുകയാണെങ്കിലും ഇപ്പോൾ VGM വെരിഫൈഡ് ഗ്രോസ് മാസ് എന്ന് പറയുന്ന ആസ്പെക്റ്റ് IMO വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു ചുരുക്കത്തിൽ പറഞ്ഞ ഒരു കണ്ടെയ്നറിനകത്ത് അല്ലെങ്കിൽ കണ്ടെയ്നറിൻ്റെ മൊത്തത്തിലുള്ള വെയിറ്റ് അത് വെരിഫൈ ചെയ്യണം. അത് ആസ് പെർ VGM ഈ എത്രയാണെന്നുള്ളത് കൃത്യമായി മാർക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ കപ്പലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ചീഫ് ഓഫീസർ അല്ലെങ്കിൽ ക്യാപ്റ്റൻ, സ്റ്റെബിലിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ചീഫ് ഓഫീസർക്കാണ്. അപ്പോൾ അദ്ദേഹത്തിന് എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ഇതിൻ്റെ ലോഡ് ചെയ്യാനും അതുവഴി കപ്പൽ എന്തൊക്കെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൂടെ കടന്നു പോയാലും അതിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുവരുത്താനും പറ്റുകയുള്ളൂ. അത് കൃത്യമായിട്ട് 2016 IMOയുടെ റെഗുലേഷൻ ഉള്ളതാണ്. അത് നമ്മൾ ഇന്ത്യ അഡാപ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ബീയിങ് എ വെരി റെസ്പോൺസിബിൾ മാരിടൈം നേഷൻ,
അപ്പോൾ ഇത്രയൊക്കെ മുൻകരുതൽ ഉണ്ടായിട്ടും ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വ്യക്തമായ ഒരു അന്വേഷണം നടത്തി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് റിവീൽ ചെയ്യുള്ളൂ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻസറിങ് ക്വസ്റ്റ്യൻ, ഇത് ക്രിട്ടിക്കലായിട്ടുള്ളൊരു ഇഷ്യൂ തന്നെയാണ്. അത് ഇതിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ എന്നുള്ള കാര്യത്തിന് വെച്ച് നോക്കുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതും ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് അറിയേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് യൂഷ്വലി ഗ്ലോബലി വർക്ക് ചെയ്യുന്നതൊരു യൂഷ്വലി ഒരു റിയാക്റ്റീവ് ഇൻഡസ്ട്രി ആയിട്ടാണ്. ഒരു മേജർ ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള നിയമങ്ങൾ കൊണ്ടുവരികയും ആ ആക്സിഡൻറ്റിനെ കുറിച്ച് പഠിച്ച് എന്തൊക്കെയാണ് അതിൻ്റെ ഫ്ലോസ്, പ്രശ്നങ്ങൾ എന്താണെന്ന് അനലൈസ് ചെയ്ത് അതിൻ്റെ ബേസിസിലാണ് പല നിയമങ്ങളും അമെൻഡ് ചെയ്യപ്പെട്ടതും പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നതും. അപ്പോൾ ചരിത്രപരമായിട്ട് പരിശോധിക്കുമ്പോൾ ടൈറ്റാനിക്കിൻ്റെ ഒരു അൺഫോർച്ചുനേറ്റ് ആക്സിഡൻറ്റ് ഉണ്ടായതിനു ശേഷമാണ് ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ തരത്തിലുള്ള റൂൾ അല്ലെങ്കിലും ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഫോർ സേഫ്റ്റി ഓഫ് ലൈഫ് അറ്റ് സീ എന്ന് പറഞ്ഞ് 1912 ആക്സിഡൻറ്റ് ഉണ്ടായ ശേഷമാണ് അത് ഇൻകോർപ്പറേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ എക്സോൺ വാൽഡസ് എന്ന് പറഞ്ഞ് ഒരു മേജർ ഓയിൽ സ്പില്ല് ഉണ്ടാവുകയും എക്സോൺ വാൽഡസ് ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞ ഒരു എക്സോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു കപ്പൽ അമേരിക്കൻ തീരത്ത് ഒരു വലിയ മേജറായിട്ടുള്ള ഒരു ഓയിൽ സ്പില്ലുണ്ടാക്കി. അതിനുശേഷമാണ് ഈ ഡബിൾ സ്കിൻ എന്ന് പറയുന്ന ഈ ഓയിൽ ടാങ്കേഴ്സിനകത്ത് ഡബിൾ സ്കിൻ സ്റ്റാൻഡേർഡ്സ് വേണമെന്ന രീതിയിലുള്ള നിയമനിർമ്മാണം നടത്തുകയും ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ എന്തുകൊണ്ടാണ് ആക്സിഡൻറ്റ് ഉണ്ടായത് എന്ന് കൃത്യമായിട്ട് പഠിച്ച് അനലൈസ് ചെയ്യേണ്ടതാണ്. അത് ഗവൺമെൻറ് ചെയ്യേണ്ടത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഗ്ലോബലിയാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കുക. അതായത് നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റിനോ ഇതിനകത്ത് പരിമിതികളുണ്ട്. ബിക്കോസ് ഷിപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ നിയമങ്ങൾ നിർമ്മിക്കുകയും അല്ലെങ്കിൽ കൺവെൻഷൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു ബോഡിയാണ്. അതൊരു യുണൈറ്റഡ് നേഷൻസിൻ്റെ ബോഡിയാണ്. അപ്പോൾ അവരാണ് അത്തരത്തിലുള്ള അമെൻമെൻറ്റ്സുകളും കൺവെൻഷൻസും കോഡ്സും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം കൊണ്ടുവരുന്നത്. അതത് നേഷൻസ്, അതത് രാജ്യങ്ങൾ അത് അഡാപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആ രീതിയിലുള്ളൊരു കാര്യം ചെയ്യണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, അന്ന് അമേരിക്ക ആ കപ്പൽ കമ്പനിയെ പിടിച്ചു നിർത്തി ഈ പറയുന്ന ഓയിൽ സ്പിൽ അവരെ കൊണ്ട് മുഴുവൻ കോടിക്കണക്കിന് രൂപ ചിലവാക്കി ക്ലീൻ ചെയ്യിപ്പിച്ച് ആ കമ്പനി പാപ്പരായ കഥയൊക്കെ ഇവിടെ വായിച്ചിട്ടുണ്ട്. ആ സമീപനം രാജ്യം കണ്ട ഏറ്റവും വലിയ കപ്പലപകടമായ MSC എൽസാത്തിലൂടെ കാര്യത്തിൽ നമ്മളും രാജ്യവുമൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ, അതോ മൃദു സമീപനം ഉണ്ടോ എന്നൊക്കെ കൂടുതൽ വിശാലമായ ചർച്ചയിലേക്ക് വരട്ടെ. ശ്രീ ജോസ് മോൻ, നേരത്തെ ഡിഫൻസ് PRO ശ്രീ കമഡർ അതുൽപിള്ള പറഞ്ഞ കാര്യം താങ്കൾ കേട്ടു. അദ്ദേഹം പറയുന്നത് കപ്പൽ ഇപ്പോൾ ഒരു ചരിഞ്ഞ അവസ്ഥയിലാണ്, 15 ഡിഗ്രിയാണ് ചരിവ്. അതിൻ്റെ കൂടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒരു കുറിപ്പ്, ഒരു ഒഫീഷ്യൽ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ വായിക്കാം. ദ വെസൽ റിമെയിൻസ് അഫ്ലോട്ട് ബട്ട് അൺമാൻഡ്. ഫയർ ഈസ് ആക്റ്റീവ്ലി ബേണിംഗ് ഇൻ ദ ഫോർവേഡ് കാർഗോ ഹോൾഡ്സ് ബേ നമ്പേഴ്സ് 2 and 3. And fire has spread aft towards the accommodation area since morning. There are no reports of water ingress or structural instability at this stage. However, the presence of approximately 2000 tons of fuel oil and 240 tons of diesel oil in tanks located adjacent to the fire zone increases the risk of escalation. ഇതിൻ്റെ അർത്ഥം എന്താണ് ശ്രീ ജോസ് മോൻ? ഇപ്പം നമുക്ക് ഇത് ഒരു 4250 4250 TU ഷിപ്പാണ്. അപ്പം അത്യാവശ്യം സൈസുള്ള ഷിപ്പാണ്. അപ്പം അതിനോടാൻ വേണ്ട ഫ്യൂവല് 2000 ടണ്ണ് ഫ്യൂവലും പിന്നെ ഡീസൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇതിനകത്തുള്ള ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ തീ അണയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു ഫ്യൂവല് കത്താനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പൊട്ടിത്തെറിച്ച് കത്താനുള്ള സാധ്യതയുണ്ട്. അതിനേക്കാൾ ഉപരി ഇപ്പം കത്തിയില്ല, തീപിടുത്തം കാരണം ഏതെങ്കിലും ഈ ഒരു ടാങ്ക് റപ്ചർ ആവുകയാണെങ്കിൽ ഈ ഓയിൽ ലീക്ക് ആയി കഴിഞ്ഞാലും വളരെ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണ്. അതായത് 2000 ടൺ എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, നല്ല ക്വാണ്ടിറ്റി ഫ്യൂലുണ്ട്. അപ്പം അഥവാ അത് ലീക്കായി കഴിഞ്ഞാൽ സർഫസിലൊക്കെ പോവുകയും അവിടുത്തെ ആവാസ വ്യവസ്ഥയിൽ നല്ല രീതിയിൽ ബാധിക്കും. കാരണം ഓക്സിജനൊക്കെ കുറഞ്ഞ മീനുകളും കാര്യങ്ങളൊക്കെ ചത്തുപോകാനും ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പം മുൻവശത്താണ് ആദ്യം നേരത്തെ പറഞ്ഞതിനകത്ത് മുൻവശത്തും അക്കോമഡേഷന്റെ സൈഡിലുള്ള ഭാഗത്തൊക്കെ തീയുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും കപ്പലിന് ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ടില്ലെന്നാണ് ഈ പറഞ്ഞ റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും. ഇത്ര നേരം കത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കപ്പലിന്റെ സ്റ്റീല് റപ്ചർ ആകാനുള്ളൊക്കെ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇപ്പം നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു 15 ഡിഗ്രി ചെരിഞ്ഞെന്നുള്ളത്. അപ്പൊ ആ ചെരിയാനുള്ള കാരണം കണ്ടെയ്നർ വെള്ളത്തിൽ പോയതുകൊണ്ട് മാത്രമാണോ അതോ അല്ലെങ്കിൽ
ഈ ഒരു എവിടെയെങ്കിലും ചെറിയൊരു ഹോളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മളിപ്പം ഫയർ ഫൈറ്റിങ്ങിന് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒരു സൈഡിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളം അല്ല ക്യാപ്റ്റൻ, ഇപ്പൊ ഞാൻ പറയുന്നത് ഈ കപ്പലിനകത്ത് ആളുണ്ടെന്ന് കരുതുക, കപ്പലിന് തീ പിടിച്ചു, അത് കൺട്രോളിൽ തീപിടുത്തമാണെന്ന് കരുതുക. ഒരു ഫയർ ഫൈറ്റിംഗ് ഉണ്ടാവുകയാണെങ്കിൽ ഈ വെള്ളം കപ്പലിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കാനുള്ള സംവിധാനം ഉണ്ടാവുമോ അതിനകത്ത് ആളുണ്ടെങ്കിൽ? കപ്പലിനുള്ളിൽ പോകുന്ന വെള്ളം നമുക്ക് ബിൽച്ച് പമ്പുകളുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് പമ്പ് ഔട്ട് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ് കപ്പലിന് ആളുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോൾ നിലവിൽ കപ്പലിൽ ആളില്ലാത്തത് കാരണം നമ്മുടെ ഫയർ ഫൈറ്റിങ്ങും ഒരുപക്ഷെ പൂർണ്ണാർത്ഥത്തിൽ അത് സാധ്യമാവില്ല. കാരണം ഈ പറയുന്ന വെള്ളമില്ലാണ്ട് അതിനകത്തോട്ട് പോയാൽ കപ്പൽ മുങ്ങാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട് അല്ലേ ജോസ്? അത് നമുക്ക് എവിടെയെങ്കിലും വെള്ളം പോകാനുള്ള ഒരു അവിടെ ഹോള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവിടുന്ന് വെള്ളം അടിക്കുന്ന വെള്ളം അങ്ങനെ അകത്തോട്ട് പോകാനുള്ള ചാൻസസ് ഇല്ല. പക്ഷെ ഇത് ഇത്രയും മണിക്കൂറുകളോളം കത്തി നിൽക്കുന്നത് കൊണ്ട് എവിടെയെങ്കിലും സ്റ്റീല് ഫെയിലിയർ ആയി എവിടെയെങ്കിലും ഹോള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ അടിക്കുന്ന വെള്ളം അകത്തേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് എത്താം. ശരത്, താങ്കൾ പറഞ്ഞു നിർത്തിയത് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞു ഇത് പ്രൊആക്റ്റീവ് അല്ല, റിയാക്റ്റീവാണ്. ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ പറ്റി ആലോചനയും നിയമവും ഉണ്ടാവുന്നത്. താങ്കൾ പറഞ്ഞു എന്തുകൊണ്ടാണത് അത്രയും സങ്കീർണമാവുന്നത്. ഒരു കപ്പൽ എന്ന് പറയുന്നത് ആ കപ്പൽ ഒരു രാജ്യത്താകും, അതിൻ്റെ രജിസ്ട്രേഷൻ വേറൊരിടത്താകും, ചിലപ്പോൾ അതിൻ്റെ ഫ്ലാഗ് രാജ്യം വേറൊരു രാജ്യത്താകും, അതിലെ നാവികർ ഓരോരോ രാജ്യക്കാരാകും. അത് ഇൻ്റർനാഷണൽ ബിസിനസ്സാണ്. പക്ഷേ ശരവും നോക്കൂ, ഇവിടെ നമ്മുടെ എൽസാത്തിയുടെ കാര്യത്തിലാവട്ടെ, ഈ പറഞ്ഞ വാങ്ഹായുടെ കാര്യത്തിലാവട്ടെ, ഇതിനകത്തെ കണ്ടെയ്നറിനകത്ത് എന്താണെന്ന് നമ്മൾ കാത്തിരിക്കുക. ഏറ്റവും ഒടുവിൽ ഈ വാങ്ഹായിൽ തീ കെടുത്താൻ എന്താണ് അതിലെ കെമിക്കൽ എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഇപ്പം നമ്മുടെ തീരത്തേക്ക് വരുന്ന കണ്ടെയ്നറിൽ എന്താണ് എന്ന് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് അറിയുക എന്ന രീതിയിൽ ആ നിയമം മാറ്റപ്പെടണ്ടേ അടിയന്തിരമായി? ശ്രീ അരവിന്ദ് കെ ആർ, അതിൽ സങ്കീർണതകളുണ്ട് എന്ന് സമ്മതിക്കുമ്പോഴും അതായത് ഇതിനകത്ത് കൃത്യമായ റൂൾസ് ഉള്ളതാണ്. കാരണം കോംപ്രിഹെൻസീവ് കാർഗോ ഗൈഡ് എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിൽ കൃത്യമായിട്ട് ഡിക്ലെയർ ചെയ്ത് ഹസാഡസ് കാർഗോസ് ഉണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്തിട്ട് തന്നെയാണ് ഷിപ്പിൽ ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ബേസിക്കലി വർക്ക് ചെയ്യുന്നത് IMDG ഇൻ്റർനാഷണൽ മാരിടൈം ഡേഞ്ചറസ് ഗുഡ്സ് കോഡ് എന്ന് പറഞ്ഞൊരു കോഡുണ്ട്. അത് പ്രകാരമാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അത് വ്യക്തമായിട്ട് വെൽ റിട്ടൺ ആയിട്ടുള്ള ഒരു നിയമം ഓൾറെഡി ഉള്ളതാണ്. അത് നമ്മൾ ഇന്ത്യ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ഈ കണ്ടെയ്നേഴ്സിൻ്റെ വെയിറ്റ്, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ VGM വെരിഫൈഡ് ഗ്രോസ് മാസ് എന്നൊരു ടേം ഉപയോഗിച്ച് അതിനെ ഡിഫൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് വെയിറ്റ് അനലൈസ് ചെയ്തിട്ട് തന്നെയാണ് ലോഡ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ നിയമങ്ങളും ഓൾറെഡി നമ്മുടെ രാജ്യം അഡാപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. IMOയുടെ കൺവെൻഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള നിയമങ്ങളെല്ലാം ഓൾറെഡി ഇന്ത്യ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായത് എന്നുള്ളത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി കണ്ടുപിടിക്കേണ്ടതാണ്. അല്ലാതെ ഈ നിയമം നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടില്ല എന്നർത്ഥമില്ല. നമ്മൾ ഓൾറെഡി ഇതെല്ലാം അഡാപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ ഒരു മാരിടൈം ഒരു മാരിടൈം നേഷനാണ്, ഒരു റെസ്പോൺസിബിൾ മാരിടൈം നേഷനാണ്. അപ്പോൾ അത്തരത്തിലുള്ളതുകൊണ്ട് ഇതെല്ലാം ഓൾറെഡി അഡാപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എവിടെയാണ് ഇതിൻ്റെ വീഴ്ച വന്നിരിക്കുന്നത് എന്ന ആസ്പെക്റ്റ് കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടത് തന്നെയാണ്. കാരണം സ്റ്റെബിലിറ്റിയുടെ ലോസ് എന്നുള്ളൊരു വിഷയം MSC LCയിൽ സംഭവിച്ചതായാലും വാൻഹായിലുള്ള ഈ ഒരു ഇഷ്യൂ ആയാലും ഇത് എവിടെയാണ് ഇതിൻ്റെ പ്രോബ്ലം, വെദർ ഇറ്റ് ഈസ് ഇൻ ഓപ്പറേഷണൽ പാർട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഏരിയയിലാണോ എന്നുള്ളത് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നമുക്കത് ഫൈനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല സാർ, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ തന്നെ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ പലരും പറയുന്നുണ്ട് ഇത് വിഴിഞ്ഞത്തിനെതിരായ ഗൂഢാലോചനയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് യാതൊരു ഈ പറയുന്ന ആ സംശയത്തിന് യാതൊരു ശാസ്ത്രീയ അടിത്തറ ഇല്ലെങ്കിൽ കൂടിയും നമ്മുടെ ഒരു വിഴിഞ്ഞം എന്നൊരു പോർട്ട് ഇവിടെ വരുന്നു. ആ പോർട്ട് വരുന്നതിന് തുടർച്ചയിൽ സമാനതകളില്ലാത്ത രീതിയിൽ അസാധാരണമാവണ്ണം കപ്പൽ കത്തുന്നു, കപ്പൽ മുങ്ങുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഈ പറഞ്ഞ ഗൂഢാലോചനയുണ്ടോ എന്നൊരു പ്രേക്ഷകൻ ശാസ്ത്രീയ അടിത്തറ ഇല്ലാതെ ചിന്തിച്ചാലും അവരെ പഴിക്കാനും കുറ്റം പറയാനോ പറ്റുമോ? വിശദമായ അന്വേഷണം നടന്നാലല്ലാതെ. ശ്രീ അരവിന്ദ് കെ ആർ, ഞാൻ ആ കാര്യത്തിൽ കമൻറ്റ് ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ അങ്ങനെ ഒരു സാധാരണക്കാരൻ അങ്ങനെ ഒരു സംശയം തോന്നിയാൽ അതിൽ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഇതൊരു വളരെ അംബീഷ്യസ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. നമ്മുടെ രാജ്യത്തിനും സംസ്ഥാനത്തിനും ഒട്ടാകെ ഇപ്പോൾ അറിയാമല്ലോ, സിംഗപ്പൂർ എന്നൊരു ചെറിയൊരു രാജ്യം, ഒരു ഫിഷിംഗ് വില്ലേജ് ആയിരുന്ന രാജ്യം ഒരു വലിയ സാമ്പത്തിക ശക്തി ആയത് ഷിപ്പിംഗ് എന്നുള്ള ബിസിനസ്സിലൂടെ മാത്രമാണ്. അപ്പോൾ അത്തരത്തിൽ പോസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനും അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രകൃതിയെ കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുള്ള ഒരു സിസ്റ്റമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പം അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഒരു ടെക്നിക്കൽ എക്സ്പെർട്ട് എന്ന രീതിയിൽ എനിക്ക് അതിനകത്ത് കമൻറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഐ ഡോണ്ട് ഹാവ് എവിഡൻസ് ഫോർ ഓൾ ദീസ് തിങ്സ്. പക്ഷേ ഒരു ജനറൽ പബ്ലിക് അങ്ങനെ ചിന്തിച്ചാലും നമുക്ക് അവരെ തെറ്റ് പറയാൻ കഴിയില്ല. കാരണം കോൺസിക്യൂട്ട് ആയിട്ട് വരുന്നതുകൊണ്ട്. ജോസ് മോഹൻ, ഇവിടെ
ഇവിടെ ഒരു കപ്പലുകളിൽ എത്ര കണ്ടെയ്നർ ഉണ്ടോ എന്ന് പറഞ്ഞാൽ അത്രയധികം വരുമാനം എന്ന അതിൻ്റെ ഒരു എക്കണോമിക് സൈഡ് കൂടി അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോൾ താങ്കളുടെ ജോസ്മോൻ ക്ലിക്സ് എന്ന് പറയുന്ന താങ്കളുടെ ഇപ്പോൾ ഫേസ്ബുക്ക് പേജിലാവട്ടെ, താങ്കളുടെ യൂട്യൂബിലാവട്ടെ, താങ്കൾ തന്നെ ഈ പറയുന്ന കണ്ടെയ്നറുകൾക്ക് അടുത്ത് പോയി നിൽക്കുന്നതും കണ്ടെയ്നറുകളുടെ ഈ പറയുന്ന എന്താണ് കൊറോസീവ് അല്ലെങ്കിൽ ഈ തലയോട്ടിയൊക്കെ വെച്ച എന്താണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ വളരെ മനോഹരമായി വിശദീകരിക്കുന്ന വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീ ജോസ്മോൻ, ഇവിടെ ഇത് ഇപ്പം ഈ വാങ്ഹായിൽ ഏതോ ഒരു കണ്ടെയ്നർ പൊട്ടിത്തെറിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിന് സ്ഥിരീകരണം വരണം. ഇത്രത്തോളം ഹാനികരമായ വസ്തുവാണെങ്കിൽ, അല്ലവുമായി വെള്ളവുമായോ ജലവുമായോ വായുവുമായോ സ്പർശമുണ്ടായാൽ എക്സ്പ്ലോഷൻ ഉണ്ടാകുന്ന വസ്തുവാണെങ്കിൽ അതിനുള്ള അഡീഷണൽ ക്രമീകരണം ഉണ്ടാവില്ലേ? ഞാൻ ചോദിക്കുന്നത്, ഒരു വേഴ്സ്റ്റ് കേസ് സിനോറിയോയിൽ എന്ത് സംഭവിക്കാവോ അതിനെ മറികടക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാവില്ലേ കണ്ടെയ്നറിലും കപ്പലും ഈ സ്റ്റെബിലിറ്റി കാര്യത്തിലൊക്കെ ഉണ്ടാവുക? ജോസ്മോൻ, ഈ ഓരോ ക്ലാസ് ഡേഞ്ചറസ് ഗുഡ്സിന് അനുസരിച്ചിട്ടാണ് അതിന്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ. അതൊക്കെ കപ്പലിൽ നിന്നല്ല, ഞാൻ പോലെ പുറത്തുനിന്ന് ചെയ്ത് റൂൾ പ്രകാരം കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ്, സീൽ ചെയ്തതിന് ശേഷം മാത്രമാണ് കപ്പലിൽ ഈ സാധനം എത്തുന്നത്. അപ്പൊ നമ്മുടെ കപ്പൽ ജീവനക്കാര് ഈ സാധനം കണ്ടെയ്നർ തുറക്കുക വാങ്ങുന്നതന്നെ ഇല്ല, അത് കറക്റ്റായിട്ട് വെക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജോലി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, എന്റെ വീഡിയോസിൽ പലതിലും പറഞ്ഞതുപോലെ, ചില ക്ലാസ് കണ്ടെയ്നറുകൾ നമ്മൾ എഞ്ചിൻ റൂമിന്റെ അടുത്ത് വെക്കാൻ പറ്റത്തില്ല. കാരണം ചൂട് വരുവാണെങ്കിൽ അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മൊത്തത്തിൽ 9 ക്ലാസ്സുകളുണ്ട്. അപ്പം ചില 2 ഡിഫറെന്റ് ടൈപ്പുള്ള ക്ലാസ്സുകൾ നിശ്ചിത അകലത്തിൽ നമുക്ക് വെക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇപ്പൊ തീ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അണയ്ക്കണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാർഗോ മാനിഫെസ്റ്റ് തരുന്നുണ്ട്. അതിലപ്പം ഡേഞ്ചറസ് ഗുഡ്സ്, കപ്പലിൽ കയറ്റുന്ന ഡേഞ്ചറസ് ഗുഡ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള പേപ്പേഴ്സ് ഇതിന്റെ കൂടെ നമുക്ക് തരാറുണ്ട്. അപ്പം അതിൽ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഫയർ ഫൈറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ശ്രീമതി മാഗ്ലിൻ, ഇവിടെ എൽസാ-3 മുങ്ങി നമ്മൾ വിചാരിച്ചു ഒറ്റപ്പെട്ട സംഭവമാണ്. ആഴ്ച 2 ആവും മുമ്പ് അതിനേക്കാൾ ഭീകരമായി ഒരു വാങ്ഹായി എന്നൊരു കപ്പൽ പച്ചയ്ക്ക് നിന്ന് കത്തുകയാണ് ഇപ്പോഴും. അതുകൊണ്ട് ഇത് ഈ ഒറ്റപ്പെട്ട സംഭവമാണ്, ഇനി നമ്മുടെ തീരത്ത് ഉണ്ടാവില്ല എന്നിനി പറയാൻ കഴിയില്ല, ഒരു ഉറപ്പും തരാൻ ആർക്കും കഴിയില്ല. ആ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക്, തീരദേശ മേഖല സർക്കാരിനോട് അടിയന്തരമായി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രീമതി മാഗ്ലിൻ പീറ്റർ? ഒന്ന് ഹാഷ്മി നേരത്തെ പറഞ്ഞ് ചില സംശയങ്ങൾ പറഞ്ഞില്ലേ, ഇത് മുക്കിയതാണോ അതോ മുങ്ങിയതാണോ എന്നുള്ളതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇതിനൊരു അട്ടിമറി സ്വഭാവം ഉണ്ടായിരുന്നോ എന്നതിനെ സംബന്ധിച്ചൊരു ചോദ്യം. ഇത് എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതൊരു അന്വേഷണത്തിലൂടെ മാത്രമേ ഇത് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഒരു സംശയം എന്ന് പറയും, എന്തുകൊണ്ട് നമ്മുടെ കേരള ഗവൺമെൻറ് അങ്ങനെ ഒരു അന്വേഷണത്തിന് തയ്യാറാകുന്നില്ല എന്നുള്ളൊരു സംശയം ഇവിടെയുണ്ട്. അത് കൃത്യമായി കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഭരണകൂടത്തിനാണ്. അത് ചെയ്യാത്തത് കൊണ്ടുണ്ടാകുന്ന ധാരാളം സംശയങ്ങൾ ഇനിയും ഉണ്ടാവും. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും അപകടം ഉണ്ടാവാം. നമുക്കറിയാം, റോഡിലുള്ളതിനേക്കാളും ട്രാഫിക് ഉണ്ടെന്ന് തോന്നുന്നു കടലിനകത്ത്. അത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്യോഗസ്ഥർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഞങ്ങളുടെ തൊഴിലാളികൾ കടലിൽ പോകുമ്പോൾ പറയാറുണ്ട്, കൃത്യമായിട്ട് അതിശക്തമായിട്ട് തന്നെ റോഡിൽ പോകുന്നുള്ള തന്നെ അത്രയും കടലിലൂടെയുള്ള വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ കേരളത്തിൻ്റെ കടലെന്ന് പറഞ്ഞാൽ. അത് ചിലപ്പോൾ ഇൻ്റർനാഷണലി അങ്ങനെയായിരിക്കും. പക്ഷെ അവിടെ അപകട സാധ്യതയും ഉണ്ടെങ്കിൽ അപകടത്തിനെ പറ്റി ഇനിയും അപകട സാധ്യത കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഇതിനെ ലഘൂകരിക്കാനുള്ള നയവും ഉണ്ടാവും. ആ നയം ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ശക്തമായ അഭിപ്രായം. മറ്റൊന്ന്, അപകടമുണ്ടായാൽ വിക്ടിംസ് എന്നുള്ള രീതിയിൽ മത്സ്യത്തൊഴിലാളികളെ എങ്ങനെ സംരക്ഷിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് സർക്കാരിന് കൃത്യമായ ഒരു ധാരണയുണ്ടാകണം. ആ ധാരണയുണ്ടായാൽ മാത്രമേ ഈ പ്രശ്നത്തിനെ കുറച്ചുകൂടി ലഘൂകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇനിയും കപ്പലപകടം ഉണ്ടാകാനുള്ള സാധ്യതകളാണുള്ളത്. കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുൻകൂട്ടിയൊന്നും നിർവചിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാവുന്നത്. അത് ലഘൂകരിക്കാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ മാത്രമേ കൃത്യമായി ഇതിനൊരു പരിഹാരം ഉണ്ടാകാൻ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്നത് ഈ എൽസാ-3യുടെ കാര്യത്തിലും വരാൻ പോകുന്ന വാങ്ഹായുടെ കാര്യത്തിലും ശ്രീമതി മാഗ്ലിൻ, ഈ പറയുന്ന MSC കമ്പനിക്ക് ഈ അദാനി പോർട്ട് എന്നൂരുള്ള അവരുടെ കണ്ടെയ്നർ പോർട്ടിൽ 40% ഓഹരി ഉണ്ട് എന്നൊരു ഒരു വാർത്ത ഞാൻ കേട്ടു. ശരിയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ, അത് ശരിയാണെങ്കിൽ ആരുടെ താല്പര്യം സംരക്ഷിക്കുന്നു? അത് നമ്മുടെ അഭിമാന പോർട്ടിൻ്റെ ആണോ അദാനിയുടെ താല്പര്യമാണോ എന്നൊരു സംശയം അവിടെയുണ്ട്. സംസ്ഥാന സർക്കാർ ആ വിഷയത്തിൽ കേസെടുക്കുകയാണെങ്കിൽ കപ്പൽ കമ്പനി അന്താരാഷ്ട്ര നിയമം പാലിക്കണം. അതിനുള്ള ലോകത്ത് മുന്നനുഭവങ്ങളുണ്ട്. സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം നൽകണം. കണ്ടെയ്നറുകൾ അവർ നീക്കം ചെയ്യണം, നമ്മളല്ല അവർ നീക്കം ചെയ്യണം. അവർ കടൽ ശുദ്ധീകരിക്കണം.
മത്സ്യത്തൊഴിലാളികൾക്ക് ആ കപ്പൽ കമ്പനി വലിയ നഷ്ടപരിഹാരം നൽകണം. ഈ 1000 രൂപയും 6 കിലോ അരിയും അല്ല, ആയിരക്കണക്കിന് കോടി നഷ്ടപരിഹാരം നൽകേണ്ടി വരും. സംസ്ഥാന സർക്കാരിന് ആ കമ്പനി നഷ്ടപരിഹാരം നൽകേണ്ടി വരും. പരാതിയില്ല, ഞങ്ങൾക്ക് കേസൊന്നുമില്ല എന്നത് ലോകചരിത്രത്തിൽ കേട്ടുകേൾവിയുള്ള സംഗതിയാണോ ശ്രീമതി മാർഗ്ലിൻ പീറ്റർ? ഹാഷ്മി, നമുക്കെല്ലാവർക്കും അറിയാം, എണ്ണൂർ, നമ്മുടെ തമിഴ്നാട് എണ്ണൂരുള്ള നമ്മുടെ പോർട്ട് അദാനി പോർട്ടാണ്. അദാനി പോർട്ടിൽ 40% ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഷെയർ ഉള്ളത് MSCക്കാണ്. അപ്പോൾ ആ MSC ഇപ്പം വിഴിഞ്ഞത്ത് വന്നിട്ടുള്ള ഷിപ്പുകളുടെ എണ്ണം നമ്മൾ നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള MSC കമ്പനിയുടെ ഷിപ്പുകളാണ്. ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ടുണ്ട്, മെനിഞ്ഞാന്ന് വലിയ കൊട്ടിഘോഷിച്ച് ആഘോഷം നടന്നിട്ടുണ്ടായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷിപ്പ് അവിടെ അടുത്തിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ആഘോഷമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ സംഘടിപ്പിക്കുമ്പോഴും ഞങ്ങൾക്കിപ്പോൾ ഒരു സംശയമുള്ളത്, അദാനിയും നമ്മുടെ ഗവൺമെൻറ്റുമായിട്ടുള്ള വളരെ അടുപ്പത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ നമുക്ക് എന്തായാലും അത് കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാകണം. എൻ്റെ സമയം കഴിഞ്ഞു, ക്ഷമിക്കണം. എന്തായാലും ഈ പറയുന്ന രീതിയിൽ ഈ രാത്രി ഉണ്ടെങ്കിലും ആ തീ പൂർണ്ണമായി കെടുത്താൻ, പൂർണ്ണമായില്ലെങ്കിൽ കൂടി നിയന്ത്രണ വിധേയമാക്കാൻ നമുക്ക് കഴിയട്ടെ. മാഗ്ലിൻ ചേച്ചിയുടെയും തീരദേശത്തിൻ്റെയും ആശങ്കകൾക്ക് പരിഹാരമാവട്ടെ. ശ്രീ ക്യാപ്റ്റൻ, സേഫ് ജേണി ക്യാപ്റ്റൻ. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.